മഹാദേവനോടൊപ്പം ത്രിമൂർത്തികളോടൊപ്പം 3 ഭാവങ്ങളിലായി ഉണ്ടായിരുന്നു. പിന്നീട് അവരെന്തുകൊണ്ട് വിട്ടു പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. വിഷ്ണു ഭഗവാനോടൊപ്പം അവിടെ സാക്ഷാൽ ലക്ഷ്മി ദേവി പാലാഴി മദനത്തിലൂടെ വന്നു ചേർന്നു. അത് കഴിഞ്ഞ് ശിവഭഗവാനോടൊപ്പം മാത്രമാണ് പിന്നെ ദേവിയുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുന്ന വേളയിൽ ബ്രഹ്മാവും വിഷ്ണുവും ദേവന്മാരും കൂടി ചർച്ച ചെയ്തു. സംഹാര സ്വരൂപനായ ശിവന്റെ ആ ശക്തി വർദ്ധിച്ച് നിലനിർത്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി സാക്ഷാൽ ഭഗവതിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. അതുകൊണ്ട് ഭഗവാന്റെ സമിതത്തിലേക്ക് എത്തണം. അതിനാൽ ഭഗവതിയെ പുത്രീഭാവത്തിൽ തപസ് ചെയ്ത് ആ തപസ്സിലൂടെ ഭഗവതിയെ പ്രസാദിപ്പിച്ച് ശിവന്റെ ഭക്തിയാക്കി തീർക്കേണ്ടത് അനിവാര്യമാണെന്നൊരു ചർച്ച ഉണ്ടായി. ഈ ചർച്ച കേട്ട ബ്രഹ്മന്റെ മകനായിട്ടുള്ള ദക്ഷൻ, അദ്ദേഹത്തിന് ഈ പരാശക്തിയായ ഭഗവതി മകളായി ജനിക്കണം എന്നൊരാഗ്രഹം തോന്നിയത് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം സാക്ഷാൽ ഭഗവതിയെ തപസ് ചെയ്തു. അങ്ങനെ ഭഗവതിയെ തപസ് ചെയ്ത് ആ ഭഗവതി മകളായി പിറക്കണം എന്നുള്ള വരവും നേടി. ഇവിടെ ദക്ഷന്റെ പത്നി എന്ന് പറയുന്നത് സ്വയംഭൂ മനുവിൻ്റെ പുത്രിയായിരുന്ന പ്രസൂതിയാണ്. ആ പ്രസൂതിക്ക് ഇവിടെ ദക്ഷനുമായിട്ട് വിവാഹം കഴിഞ്ഞ് അവർക്ക് 50 പുത്രികളുണ്ടായിരുന്നു. അതിൽ 27 പേരെ അവിടെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തു. ബാക്കിയുണ്ടായിരുന്ന പുത്രികളിൽ 13 പുത്രികളെ കശ്യപനും 10 പുത്രികളെ ധർമ്മദേവനും ഒക്കെ വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. അതിനുശേഷം ഇവർക്ക് അയോനിജ ഭാവത്തിൽ ജനിച്ച 2 പെൺമക്കളാണ്. ഒന്ന് സതിയും ഒന്ന് സാഹ ദേവിയും. അങ്ങനെ 2 പേര് ജന്മമെടുക്കുന്നു. അയോനിജം എന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ അല്ലാതെ ലഭ്യമാകുന്ന തരത്തിൽ ഭഗവതി വന്ന് പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞായി വന്ന് ചേർന്നതാണ്. ഇവിടെ സതീദേവി അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞായി മാറുന്ന വേളയിൽ തന്നെ പറഞ്ഞിരുന്നത് ദക്ഷനോട്, ഒരു കാരണവശാലും പരിപൂർണമായ പരാശക്തിയായ എന്നെ അപമാനിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? മകളായിട്ടാണ് വരുന്നതെങ്കിലും ഏത് ഭാവത്തിൽ തന്നെ കാണണം? പരാശക്തിയായ ഭഗവതി ഭാവത്തിൽ തന്നെ കാണണം എന്നുകൂടി അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ അറിയിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ പുത്രീഭാവത്തിൽ വന്ന് പിറന്നത്. എല്ലാവിധമായ ശ്രദ്ധയോടുകൂടി സതീദേവിയെ വളർത്തി മുന്നോട്ട് വന്നു. ഈ സതീദേവിക്കാകട്ടെ സാക്ഷാൽ മഹാദേവനെ വിവാഹം കഴിക്കാനായിട്ടാണല്ലോ ഈ ജന്മം. പരാശക്തിയായ ദേവി ദക്ഷപുത്രിയായി വന്നത്. അതുകൊണ്ട് മഹാദേവനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ആരിൽ വർദ്ധിച്ചു? സതീദേവിയിൽ വർദ്ധിച്ചു വരാൻ തുടങ്ങി. പക്ഷേ ദക്ഷന് ഈ ആഗ്രഹത്തിനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് ദക്ഷൻ ഈ സതീദേവിയുടെ ആഗ്രഹത്തിന് വിഘ്നം നിൽക്കാൻ തുടങ്ങി. അങ്ങനെ വിഘ്നത്തിൽ നിന്ന് ആ ആഗ്രഹത്തിനൊരു തടസ്സമായി വർദ്ധിച്ചു വരുന്ന ആ സമയത്ത് ഇവിടെ സതീദേവി സാക്ഷാൽ ഭഗവാനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ച് തൻ്റെ പിതാവിനോടും മാതാവിനോടുമൊക്കെ അറിയിച്ചു. ആ രീതിയിൽ പിതാവിൻ്റെ അതുപോലെ തന്നെയുള്ള അനുവാദം ലഭിക്കില്ല എന്നും ദേവിക്ക് മനസ്സിലായി. ഈ സമയത്ത് സാക്ഷാൽ മഹാദേവൻ സതീദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി വിവിധ വേഷങ്ങളിലായിട്ട് ദക്ഷന്റെ സ്ഥലത്ത് വന്നു ചേരുന്നുണ്ട്. അങ്ങനെ വന്നു ചേർന്നിട്ട് മഹാദേവൻ തന്നെ പറയുന്നുണ്ട് സതീദേവിയോട്, ഈ ശിവൻ എന്ന് പറയുന്നത് അത് അമംഗളനാണ്. അത് യാതൊരു വിധമായ വൃത്തിയില്ലാതെ ഭസ്മം പൂശി, ചുടല ഭസ്മം പൂശി, പുലിത്തോല് ധരിച്ച് അല്ലേ, പാമ്പിനെ ധരിച്ചൊക്കെ നടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സതീദേവി പറഞ്ഞു, ഇതൊന്നും എൻ്റെ മുന്നിലെ വിഷയമല്ല. കാരണം ഞാൻ ആദിപരാശക്തിയായ സ്വരൂപിണിയാണ്. എനിക്ക് ഇവിടെ എത്തണം, മഹാദേവനിൽ തന്നെയാണ് വന്നു ചേരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരവേ നാരദ മഹർഷി കൈലാസത്തിൽ ചെന്ന് ചേർന്ന് മഹാദേവനോട് സതീദേവിയുടെ തീവ്രമായ പ്രാർത്ഥനകളെ അറിയിച്ചു. മഹാദേവന്റെ വിവിധ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ സതീദേവിയുടെ ആ ഭക്തിയെ കുറയ്ക്കാൻ സാധിച്ചില്ല. സതീദേവി ഒടുവിൽ അവിടെ ഭഗവാനോട് തന്നെ ദേഷ്യപ്പെട്ടു. കാരണം മുന്നിൽ വേഷം മാറി വരുന്നത് ഭഗവാനാണ് എന്ന് സതീദേവി മനസ്സിലാക്കിയില്ല. സതീദേവി പറഞ്ഞു, ഇനിയും മഹാദേവനെ കുറിച്ച് അപരാധം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നുള്ള ദേഷ്യം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും സമർപ്പിതമായ ഭാവമാണ്. അങ്ങനെ സതീദേവിയെ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ ശിവഭഗവാൻ സ്വീകരിച്ചത് തൻ്റെ അഭിപ്രായത്തെ ഉൾക്കൊള്ളാതെ ആയതുകൊണ്ട് ദക്ഷന് പൊതുവിൽ ഭഗവാനോടൊരു നീരസം ഉണ്ട്. ആ നീരസം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന വേളയിൽ ഒരു യാഗസ്ഥലത്ത്
ആ യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ദേവന്മാരെല്ലാവരും വന്നു ചേർന്നു. അവിടെ ബ്രഹ്മാവും ശിവനും ഒക്കെ എത്തിച്ചേർന്ന വേളയിൽ ദക്ഷൻ അവിടേക്ക് വന്നു ചേരുകയാണ്. ദക്ഷനെ സംബന്ധിച്ചിടത്തോളം ദക്ഷൻ പ്രജാപതിയാണ്. പ്രജാപതി വെച്ചാൽ ഭരണാധികാരിയാണ്. ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ ഭരിക്കാൻ നിയന്ത്രിക്കാൻ വേണ്ടി വിട്ടിട്ടുള്ള ആളാണ് ആര്? ദക്ഷൻ. ഈ ഭരണാധികാരിമാർക്ക് സ്വതവേ ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട്. കുറച്ചുനാൾ അധികാരത്തിലിരിക്കുമ്പോഴേക്കും അഹങ്കാരം വർദ്ധിക്കും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ധർമ്മബോധത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നെ ഞാനാണ് ഏത് തരത്തിലും എന്തു പറഞ്ഞും അധികാരം നിലനിർത്താൻ ശ്രമിക്കും. അഹന്തയും അധികാരമോഹവും കൊണ്ട് മനസ്സിലായില്ലേ അധികാരികൾ ദുഷിക്കപ്പെടും. നമ്മൾ തോന്നക്കാര്യം നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ തന്നെ എടുത്താൽ മതിയാവും അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ദക്ഷന്റെ അവസ്ഥ. അപ്പൊ ദക്ഷൻ അവിടേക്ക് കടന്നു പോകും. ദക്ഷൻ കടന്നു വന്ന വേളയിൽ ആ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനിച്ചു. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു MLA വരികയാണ്, ഒരു പഞ്ചായത്ത് ഇന്നത്തെ ഭരണാധികാരികളായതുകൊണ്ട് പറയാണ്, അവർ കടന്നു വരുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് അല്ലേ ഇരിക്കുന്നതൊന്ന് എഴുന്നേറ്റ് ഒരു നമസ്കാരം പറയും, ഒരു ബഹുമാനം. യഥാർത്ഥത്തിൽ ആ വ്യക്തിയെയാണോ നമസ്കരിക്കുന്ന ആ സ്ഥാനത്തെയാണോ? ആ സ്ഥാനത്തെയാണ്. പക്ഷെ പലപ്പോഴും അവർക്കൊരു അബദ്ധം പറ്റുന്നത് എന്നെയാണെന്നൊരു തോന്നൽ വരും. അതാണ് ഇവരുടെ അഹങ്കാരത്തിൻ്റെ കാരണം. മനസ്സിലായില്ലേ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? എന്നെയാണ് എന്ന തോന്നലിൽ ആണ് ഈ അഹങ്കാരം പറഞ്ഞത്. ഈ എന്നെയാണെന്ന തോന്നലില്ലാതിരിക്കണം ജ്ഞാനം ഉണ്ടാവണം. ഇത് നമ്മുടെ ബഹുഭൂരിപക്ഷം ഭരണാധികാരികൾക്കും വിദ്യാഭ്യാസം ഉണ്ടാവാം, ചിലർക്ക് അതൊട്ടും ഇല്ല എന്ന് തെളിയിക്കുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? ചിലരെയൊക്കെ പത്രപ്രസ്താവന കേട്ടാൽ നമുക്കറിയാം 10 വാക്ക് പറഞ്ഞാൽ 25 തെറ്റൊക്കെയാണ് പറയുന്നത്. അവരൊക്കെയാണ് ജനങ്ങൾ കുട്ടികളുടെ വിദ്യ നയിക്കുന്ന മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകും, പക്ഷെ ജ്ഞാനം ഉണ്ടാവണം നിർബന്ധം ഇല്ല. ഈ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. ശരിയല്ലേ? മനസ്സിലായില്ലേ? വിദ്യാഭ്യാസവും വിവരവും ബോധവും രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് ചില ഭാഷകൾ കൈകാര്യം ചെയ്യാൻ, ചില ടെക്നോളജികൾ കൈകാര്യം ചെയ്യാൻ അല്ലേ, ചില സബ്ജക്റ്റും ലാംഗ്വേജും ഒക്കെ പഠിക്കുന്നതിനെയാണ്. അതിലൊന്ന് കുത്തിയിരുന്ന് പഠിച്ചാലും. പക്ഷെ വിവരം എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതാണ്. അപ്പം ദക്ഷനും ഇവിടെ രാജാവൊക്കെയാണ്. ദക്ഷൻ വന്ന സമയത്ത് അവിടെ ഇരുന്നവരിൽ ബ്രഹ്മദേവൻ എഴുന്നേറ്റില്ല. ദക്ഷന് പരാതിയില്ല, കാരണം പിതാവാണ്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ആള് ശിവനും എഴുന്നേറ്റില്ല, പക്ഷെ അവിടെ പരാതി ഉണ്ടായി. എന്താ കാരണം? മരുമകനാണ്. മനസ്സിലായില്ലേ? ബ്രഹ്മദേവൻ പിതാവാണ്, ശിവൻ മരുമകനാണ്. ഇവിടെയാണ് പലപ്പോഴും അജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബുദ്ധി സ്ഥിരമായ ഉന്നത തലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. ഇവിടെ മഹാദേവനെ ആ മഹാദേവൻ എന്ന ഉന്നത ഭാവത്തിൽ കാണാതെ മരുമകൻ എന്ന തരത്തിൽ രണ്ടാം തരത്തിലേക്ക് ആരും കണ്ടു? ദക്ഷൻ കണ്ടു. മനസ്സിലായില്ലേ? ഇവിടെ ധർമ്മം എന്ന് പറയുന്നതിന് മുഖ്യധർമ്മവും ഗൗണധർമ്മവും എന്ന 2 പിരിവുകളുണ്ട്. മനസ്സിലായില്ലേ? മുഖ്യധർമ്മം, ഗൗണധർമ്മം എന്ന 2 പിരിവുകൾ. എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സ്കൂളിൽ അധ്യാപകരാണ്. മനസ്സിലായില്ലേ? വീട്ടിൽ ഈ കുട്ടിയോടൊപ്പം സഹകരിക്കുമ്പോൾ അവർ അധ്യാപകരായിട്ടാണോ സഹകരിക്കുന്നത്, അച്ഛനും അമ്മയായിട്ടാണോ സഹകരിക്കുന്നത്? അച്ഛനും അമ്മയായിട്ട് സഹകരിക്കും. ഇതേ കുട്ടിയും ഇതേ പിതാവും സ്കൂളിൽ എത്തപ്പെടുമ്പോൾ ഒരേ ക്ലാസ് റൂമിലാണ്. ഈ അച്ഛൻ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിൽ കുട്ടിയുണ്ടെന്ന് വെക്കുക. ആ കുട്ടിയുടെ അടുത്ത് അച്ഛൻ എന്ന സ്ഥാനമായിരിക്കുമോ അധ്യാപകൻ എന്ന സ്ഥാനമായിരിക്കുമോ? അധ്യാപകൻ. അപ്പോൾ വീട്ടിലെ മുഖ്യധർമ്മം പിതാവ് എന്നതായിരുന്നു അല്ലേ? ഗൗണധർമ്മം എന്താ? അധ്യാപകൻ. ഗൗണം വെച്ചാൽ രണ്ടാമത്. മനസ്സിലായില്ലേ? പിതാവായിരിക്കുമ്പോഴും ഉള്ളിൽ അധ്യാപകനാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ ഓടി വെച്ചിട്ടുള്ള അധ്യാപകൻ തന്നെയല്ലേ? അതുപോലെ അധ്യാപകനാണ്, പക്ഷെ മുഖ്യധർമ്മം പിതാവെന്ന സ്ഥാനത്തിന് പ്രാധാന്യം വന്നു. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലോ ഇതേ ആൾക്കാരിൽ തന്നെ പിതാവെന്നതിന് സ്ഥാനം മാറി പകരം അധ്യാപകൻ എന്നത് മുഖ്യമായി വന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ മഹാദേവൻ മരുമകനാണ്, പക്ഷെ അതിനേക്കാൾ മുഖ്യമായിട്ട് ഏത് സ്ഥാനം കാണണമായിരുന്നു? മഹാദേവൻ എന്ന സ്ഥാനം കാണണം. അജ്ഞാനിയായ ദക്ഷന് ഇങ്ങനെ കാണാൻ സാധിച്ചില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് പോലും അജ്ഞാനത്തിലേക്ക് കണ്ടത് കൊണ്ടുണ്ടാകുന്ന ദോഷം അല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം എത്ര വലുതായിരിക്കുമെന്ന് നമ്മളെ കാട്ടിത്തരികയാണ്. ഇതെന്തിനാണ് നമ്മളെ കാട്ടിത്തരുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിലേക്ക് എത്തരുത്? അജ്ഞാനത്തിലേക്ക് ചെന്ന്
ചേരരുത്. മനസ്സിലായില്ലേ? അജ്ഞാനം അഹന്തയെ വർദ്ധിപ്പിക്കും, അഹങ്കാരം നമ്മുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കും, ബുദ്ധിഭ്രമം നമ്മുടെ സർവനാശത്തിലേക്ക് എത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തെ ജ്ഞാനത്തിലേക്ക് എത്തിച്ച് കഴിയുന്നതും തെറ്റായ തീരുമാനങ്ങളും ചിന്തകളിലേക്കും പോകാതിരിക്കാനുള്ള ശ്രദ്ധയെ വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ മുന്നിലേക്ക് കഥ അനാവരണം ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമായി ഇതിൻ്റെ നാശം കാട്ടിത്തന്ന കേരളത്തിലുണ്ടായിരുന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിനെ മഹത്വമായി അറിയാത്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, നാറാണത്ത് ഭ്രാന്തൻ. മനസ്സിലായില്ലേ? സർവത്ര ജ്ഞാനിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ജ്ഞാനത്തെ അറിയാനുള്ള ബുദ്ധിവികാസം നമുക്കില്ലാത്തത് കൊണ്ട്, മനസ്സിലായില്ലേ, നമ്മൾ അദ്ദേഹത്തെ ഭ്രാന്താന്ന് വിളിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമുണ്ട്. പല പല കഥകളുണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം ഒരു കല്ലുരുട്ടും, രാവിലെ തുടങ്ങും അല്ലേ? അത് രാവിലെ ഉരുട്ടിക്കൊണ്ട് ഈ കല്ല് നേരെ ഏറ്റവും മുകളിൽ, മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കും. മനസ്സിലായില്ലേ? ഈ കല്ല് ഉരുട്ടിക്കൊണ്ടുപോകുന്ന മലയാണെങ്കിൽ നിരന്ന പാതയിലൂടെ ഒന്നും അദ്ദേഹം ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. വളരെ വലിയ കല്ലുകളിടയിലൂടെ വേണം ഉരുട്ടിക്കൊണ്ട്. ആ മലയും അത്ര ചെറുതൊന്നുമല്ല. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് രാജരി മല എന്ന് പറയുന്ന മല ഇപ്പോഴും ഉണ്ട്. ആ മലയിൽ തീർത്ഥാടനം നടത്തുന്നുണ്ട് ആൾക്കാർ. ഒരു ഭാഗത്തുകൂടി നടന്നു കയറാൻ ഇപ്പം പടിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം ഉരുട്ടിക്കൊണ്ട് കയറിയ സ്ഥലത്തൂടെ മലയുടെ മണ്ടയിൽ കയറാൻ കുറച്ച് പ്രയാസമാണ്. ഒരു സമയത്ത് ഞാനും ഒരു യജ്ഞത്തിന് പോയിട്ട് നടന്നു കയറാൻ നോക്കിയിട്ട് പകുതിയായപ്പോൾ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു, ഇനി ഈ കളിക്കാൻ അങ്ങോട്ടില്ല. ഒന്നാമത് ശരീരത്തിന് അല്ലാതെ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ച് അത്രയും വലിയ മലയാണ്. അപ്പം അതിലൂടെയാണ് ഈ കല്ലുരുട്ടി പ്രയാസപ്പെട്ട് നിന്റെ മുകളിൽ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി കഴിഞ്ഞാലോ ഏതാണ്ട് നട്ടുച്ച അവിടെ എത്തുമ്പോൾ അല്ലേ, ആ കല്ലിനെ മുകളിൽ ചവിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം സൂര്യനെ നോക്കും. എന്നിട്ട് സൂര്യനോട് ചോദിക്കും, ഉച്ചയായോടാ സൂര്യ അല്ലേ, നിന്റെ ഉച്ചയിലായോടാ സൂര്യ എന്ന് ചോദിച്ചിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് എന്നാൽ ആ കിടക്കുന്ന പറഞ്ഞ് കല്ല് തള്ളി താഴോട്ട്. ഈ ഉരുണ്ട് കൊണ്ട് മുകളിൽ കണ്ടെത്തിച്ച കല്ല് വളരെ വേഗത്തിൽ താഴേക്ക് വീണ്ടും പൊട്ടിത്തകർന്ന് നശിക്കും. എന്തിനാ ഇത് കാട്ടിയത്? നമ്മുടെ ജീവിതത്തെയാണ് അദ്ദേഹം ചൂണ്ടിയത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെട്ട് ഉയർത്തി ഒരു ഉന്നതിയിലേക്ക് എത്തിക്കും. അപ്പോഴത്തേക്ക് ഏകദേശം അഹങ്കാരം നമ്മളിൽ വരും. മനസ്സിലല്ലേ? ഉച്ചയായോടാ സൂര്യച്ചാൽ ഏറ്റവും ഉയരത്തിൽ സൂര്യൻ എത്തുന്ന ഉച്ചയ്ക്കല്ലേ? അതുപോലെ നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ വലിയ ആളായി, ഞാൻ കേമനായി എന്നൊരു തോന്നൽ വന്നാൽ, മനസ്സിലായില്ലേ, ഇതെവിടെയാ? നിന്റെ ഉച്ചിയിലായോടാ, നിന്റെ ശിരസിൽ അഹങ്കാരം കയറിയോടാ, എന്നാൽ നിന്റെ പതനം ദാ തുടങ്ങി. മനസ്സിലായോ? ആ സമയത്താണ് ആ കല്ല് തട്ടിയിടുന്നത്. തട്ടി തകർന്ന് തരിപ്പണമായി നിലത്തേക്ക് വലിക്കും. ഇതല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറ്റണത്? മനസ്സിലായില്ലേ? ഉയരങ്ങളിലേക്ക് പോകും തോറും നമ്മളിൽ എന്ത് വേണം? വിനയം വർദ്ധിക്കണം. ഏത് തരത്തിലാണെങ്കിലും, അധികാരത്തിലാണെങ്കിലും, വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും, സമ്പത്ത് കൊണ്ടാണെങ്കിലും, സാഹിത്യം കൊണ്ടാണെങ്കിലും, കല കൊണ്ടാണെങ്കിലും, കഴിവുകൾ കൊണ്ടാണെങ്കിലും, ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്നതിയിലേക്ക് പോകുമ്പോൾ നമ്മളിൽ എന്ത് വർദ്ധിക്കണം? വിനയം വർദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പതനം വളരെ വലുതായിരിക്കും. ശരിയല്ലേ? നമ്മൾ ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കേ. എത്ര ആൾക്കാരാ ഉന്നതമായ മുകളിൽ നിന്ന് താഴേക്ക് വീണ് പട്ടക്കം പൊട്ടി നടക്ക് പൊട്ടി അല്ലേ, പിന്നീട് ഏതാണ്ട് അപമാനിതരായി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ നരകിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയും ദക്ഷനും ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു. മഹാദേവൻ എഴുന്നേക്കാൻ തന്നു, മഹാദേവനെ അപമാനിച്ചു. അമംഗളൻ ഭഗവാനെ വിളിക്കുകയാണ് അല്ലേ, അമംഗളൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു. ഒരർത്ഥത്തിൽ ഈ പേര് കറക്റ്റ് മഹാദേവനിൽ രണ്ട് വൈരുദ്ധ്യമായ നാമം ഒരുപോലെ ചേരുന്ന ഏക ദൈവമേ ഉള്ളൂ, അത് മഹാദേവനാണ്. മഹാദേവന്റെ ശിവൻ എന്ന പേരുണ്ട് അല്ലേ. ശിവൻ എന്ന പേരിന്റെ അർത്ഥം എന്താ? മംഗളൻ എന്നാണ്. ഇവിടെ ദക്ഷൻ വിളിച്ചതെന്താ? അമംഗളൻ എന്നാണ്. അമംഗളനാണോ എന്ന് ചോദിച്ചാൽ ശിവൻ അമംഗളമൂർത്തിയുമാണ്, മംഗളമൂർത്തി ആണ്. ഒരേ സമയത്താണ് പ്രകൃതിയുടെ ദ്വൈതത്തെ രണ്ടിനെയും ആരും ഉൾക്കൊള്ളുന്നു? ഭഗവാൻ ഉൾക്കൊള്ളുന്നു. മനസ്സിലായില്ലേ? രണ്ട് ഭാഗവും അമംഗളനുമാണ്, മംഗളനുമാണ്. ഇനി അമംഗളൻ എന്ന് പറയാനുള്ള കാരണം എന്താ? ചുടലഭസ്മധാരിയാണ് അല്ലേ, പുലിത്തോൽ ഉടുക്കുന്നവനാണ്, മരപുരി ഉടുത്തുകൊണ്ട് നടക്കുന്നവനാണ്, പാമ്പിനെ കഴുത്തിട്ട് ജടയിട്ട് നടക്കുന്നവനാണ്. ഇവിടെ നമ്മുടെ മുമ്പിലൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളൊക്കെ ഏതെങ്കിലും മരണ വീട്ടിൽ പോയാൽ കുളിക്കാതെ അമ്പലത്തിൽ കയറുമോ? വീട്ടിൽ പോകുമോ? വീട്ടിനകത്ത് കയറുമോ? അങ്ങനെയാണെങ്കിൽ ചുടുകാട്ടിലെ ഭസ്മം കുറിച്ച് ശിവൻ എങ്ങനെയാണ് അമ്പലത്തിനകത്തിരിക്കുന്നത്?
ഏ അപ്പൊ ചുടുകാട്ടിൽ പോയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ദേഹത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ. എന്തായാലും ചിന്തിക്കുക, അന്വേഷിപ്പിൻ, കണ്ടെത്തും. അപ്പോ അമംഗളം എന്നുള്ള ആക്ഷേപമൊക്കെ ഭഗവാനെ വിളിച്ചു. ഭഗവാനാകട്ടെ ഇവിടെ ദക്ഷിണ വേണമെങ്കിൽ ഭഗവാനെ നിഗ്രഹിക്കാം അല്ലേ? പക്ഷെ ഭഗവാൻ അവിടെ മുഖ്യധർമ്മത്തിൽ ദക്ഷിണ കണ്ടു. ദക്ഷന്റെ സ്വഭാവം ഭഗവാൻ കാട്ടിയില്ല. കാരണം എന്താ? ഭാര്യയുടെ പിതാവാണ്. മനസ്സിലായില്ലേ? അജ്ഞാനിയാണ്, അഹങ്കാരിയാണ്, എങ്കിലും ഭാര്യയുടെ പിതാവാണ് എന്ന സ്ഥാനം ആര് കണ്ടു? ഭഗവാൻ കണ്ടു. ഇവിടെയാണ് ജ്ഞാനികളായിട്ടുള്ളവർ മറ്റുള്ളവരിലെ നന്മയെ കാണും, അജ്ഞാനികൾ മറ്റുള്ളവരിലെ തിന്മയെ കാണും. നമ്മൾ ചിലരെ കുറിച്ച് വന്നിരുന്നാൽ തന്നെ പറയും, അവനെ കുറിച്ചിട്ടോ കുറ്റം കേട്ടോ എന്ന് പറഞ്ഞ് പറയും. എന്താ കാര്യം? അവനിലെ കുറ്റമല്ല പ്രശ്നം, അവനേക്കാൾ പറയുന്ന ആളിൻ്റെ മനസ്സിൻ്റെ കുറ്റമാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഗുണപാഠം. എപ്പോഴും നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരുടെ നന്മയെ കാണാൻ ശീലിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ തിന്മയെ കാണുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ എന്തു വന്ന് നിറയും? തിന്മകൾ വന്ന് നിറയത്തുള്ളൂ. അപ്പം ദോഷമാർക്ക നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇപ്രകാരം കണ്ടിട്ട് ഭഗവാൻ ആ യാഗശാല വിട്ട് പോയി. ആ സമയത്ത് നന്ദികേശൻ അവിടെ ദക്ഷനുമായി വെല്ലുവിളിയൊക്കെ നടത്തി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ദക്ഷ, നിന്റെ ഈ തല തെറിച്ചു പോകും എന്ന് ശപിച്ചു. ദക്ഷൻ തിരിഞ്ഞ് അലഞ്ഞു തിരിയുന്നതിനാകട്ടെ എന്നൊക്കെ ശപിച്ചു. ഈ ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ശിവനോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ആചാരം ഒരുപോലെയല്ല. ശിവനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നന്ദികേശന്റെ അനുവാദം വാങ്ങിയിട്ടേ ശിവനോട് പ്രാർത്ഥിക്കാവൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ചോദിക്കും, നന്ദികേശന്റെ അനുവാദം വാങ്ങാൻ ചെവി കൊണ്ട് കൈവച്ചിട്ട് അതല്ല. അത് ചിലർക്ക് ഗൂഢോദ്ദേശമുള്ളവർ ചെയ്യുന്നതാണ്. അതവിടെ നോക്കട്ടെ. അല്ലാതെ തന്നെ നന്ദികേശ മഹാഭാഗോ ശിവാജ്ഞപ്രദായക ഗൗരീശങ്കര സേവാർത്താം അനുജ്ഞാം ദാതുമർഹസി. അല്ലയോ നന്ദികേശ, ആ ശിവശങ്കരന്മാരാകുന്ന സാക്ഷാൽ ഉമാമഹേശ്വരന്മാരായിരിക്കുന്നവരെ ഞാനൊന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ, ഞാൻ അവരെ ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന അനുവാദം ആരിൽ നിന്ന് വാങ്ങണം? നന്ദികേശൻ വാങ്ങണം. മനസ്സിലായില്ലേ? നന്ദികേശന് അനുവാദം തരുന്ന പ്രാർത്ഥന മാത്രമേ ശിവൻ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തൂ. മനസ്സിലായോ? നമ്മൾ എത്ര അപേക്ഷ കൊടുത്താലും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഭഗവാൻ തന്നെ ഉൾക്കൊള്ളണമെങ്കിൽ നന്ദികേശനിലൂടെ അത്രയും പ്രാധാന്യം നന്ദികേശന് ഉണ്ട്. ഈ നന്ദികേശൻ അവിടെ ദക്ഷണമായി വെല്ലുവിളിയൊക്കെ നടത്തി. അത് കഴിഞ്ഞവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി മാനസികമായൊരു അകലം വന്നു ചേർന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദക്ഷൻ ഒരു യാഗം നടത്തി. ദക്ഷൻ ഈ യാഗത്തിന് എല്ലാവരെയും ക്ഷണിച്ചു. മഹാദേവനെയും സതിയെയും മാത്രം ക്ഷണിച്ചില്ല. ആ യാഗം നടക്കാൻ ആരംഭിക്കുന്ന വേളയിൽ സഹോദരിമാരൊക്കെ ഭർത്താക്കന്മാരോട് അവിടേക്ക് പോകുന്നതും മറ്റു ദേവന്മാർ പോകുന്നതൊക്കെ സതീദേവി കണ്ടു. സതീദേവി ഭഗവാൻ അടുത്തെന്ന് പറഞ്ഞു, നമുക്ക് പോകണ്ടേ? എവിടെയാ? അച്ഛൻ്റെ യാഗസ്ഥലത്തേക്ക്. അതിന് വിളിച്ചിട്ടില്ലല്ലോ. അല്ല, വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബകാര്യത്തിന് പോകുന്നതിന് വിരോധമില്ലല്ലോ. മനസ്സിലായില്ലേ? പക്ഷെ മഹാദേവൻ പറഞ്ഞു, അങ്ങനെയല്ല. കുടുംബകാര്യത്തിൽ കുടുംബത്തിൽ താമസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ വേറെ പാർട്ടേഷനാണ് അല്ലേ? നമ്മളിഞ്ഞ കൈലാസത്താണ്. അപ്പോൾ വിളിച്ചിട്ടില്ല, ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിക്കാതെ നമ്മൾ അവിടേക്ക് ചെന്നാൽ അർഹതയില്ലാത്ത സ്ഥലത്തും അല്ലേ, ക്ഷണമില്ലാത്ത സ്ഥലത്തും ചെന്നാൽ അത് ദുഃഖത്തിൻ്റെ കാരണമായി തീരും ആർക്കാണെങ്കിലും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ സതീദേവി നിർബന്ധിച്ചു. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, സതീദേവിക്ക് ഭർത്തൃ അനുസരണ ഇല്ലാത്ത ആളാണോ എന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഇവിടെ അതിന് മറുഭാഗമുണ്ട്. എന്താ കാരണം? തൻ്റെ പിതാവും ഭർത്താവും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ചിലപ്പോൾ താനൊരു നിമിത്തമാവുന്നെങ്കിൽ ആകട്ടെ എന്ന് സാധാരണ അർത്ഥത്തിലെടുക്കാം. നമ്മളെയൊക്കെ ജീവിതത്തിലുള്ള അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ അച്ഛനും ഭർത്താവും തമ്മിലൊരു വിഷമമുണ്ട്. അപ്പോൾ അത് തീർക്കാൻ ഇല്ലേ, ആ മധ്യസ്ഥ നിൽക്കുന്ന ആരാ? മകളെന്നുള്ള നിലയിലും ഭാര്യ എന്നുള്ള നിലയിലും ആ സ്ത്രീക്ക് ആ ദൗത്യം ഏറ്റെടുക്കാം. ആ ഒരർത്ഥത്തിലും എടുക്കാം. പക്ഷെ ഇവിടെ അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത്, ദക്ഷനോട് ഭഗവതി പറഞ്ഞിരുന്നു, ഞാൻ മകളായി പിറക്കാം, പക്ഷേ ഒരിക്കൽ പോലും എന്നെ നിന്ദിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ മഹാദേവനെ നിന്ദിച്ചാൽ അത് തന്നെയും നിന്ദിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായില്ലേ? ഭർത്താവിനെ നിന്ദിക്കച്ചാൽ ഭാര്യയെ നിന്ദിക്കുന്നതാണ്. ഭർത്താവ് കഴിവ് കെട്ടുവച്ചാൽ കഴിവ് കെട്ടവനെ ഭർത്താവായി കൊണ്ടു നടക്കുന്നത് അതിനേക്കാൾ കഴിവ് കെട്ടതാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ ഭർത്താവ് കള്ളനാണെങ്കിൽ ആ കള്ളന്റെ ഭാര്യ എന്നൊരു പേരുദോഷം ഭാര്യയ്ക്ക് വരുത്തില്ലേ? മനസ്സിലായോ? ഭർത്താവ് അഴിമതിക്കാരനാണെങ്കിൽ അഴിമതിക്കാരന്റെ ഭാര്യ എന്നൊരു പേരുദോഷം വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഭാര്യയാണെങ്കിൽ തിരിച്ച് ഭർത്താവിനും വരും. കാരണം എന്താ? ദാമ്പത്യത്തിൽ തുല്യ തത്വം വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാദേവനെ അപമാനിച്ചതിലൂടെ ദക്ഷൻ പരാശക്തിയായ ദേവിയെയും അപമാനിച്ചിട്ടുണ്ട്. ആ അപമാനത്തിന് പ്രായശ്ചിത്തത്തോടെ തെറ്റു തിരുത്താൻ വേണമെങ്കിൽ ഒരു അവസരം കൊടുക്കാം. ഇനി അതാ അല്ല എങ്കിൽ ഈ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ, മനസ്സിലായില്ലേ, കർമ്മഫലം അത് തൻ്റെ പിതാവാണെങ്കിലും അനുഭവിക്കണം. ഇത് രണ്ടും ആര് നിശ്ചയിച്ചു? ദേവി നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചതിന് ശേഷം ദേവി നേരെ ദക്ഷന്റെ യാഗസ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ഭഗവാൻ ഒടുവിൽ അനുവദിച്ചു. ഭഗവാൻ പറഞ്ഞു, അപമാനിതയായി തിരികെ എത്തരുത്. അപമാനിതയായി തിരികെ വരില്ലെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, അപമാനിതയായി തിരികെ വരരുത്. ലോകാരാധ്യയായ സാക്ഷാൽ അമ്മ മഹേശ്വരിയാണ് എന്ന് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് യാത്രയാക്കിയത്. അങ്ങനെ നേരെ അവിടെ ചെന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ ദക്ഷനും അതുപോലെ തന്നെ മറ്റു പുത്രിമാരും എല്ലാവരും സതീദേവിയെ പരിഹസിച്ചു. അവിടെ യാതൊരു പരിഗണനയും ലഭിച്ചില്ല. ആ സമയത്ത് ദേവി ദക്ഷനോട് ചോദിച്ചു, അങ്ങ് എന്ത് യാഗമാണ് നടത്തുന്നത്? സാക്ഷാൽ മഹാദേവന്റെ സാന്നിധ്യമില്ലാതെ, സർവ്വതും മംഗളമാക്കുന്ന മഹാദേവന്റെ സാന്നിധ്യമില്ലാതെ എന്ത് യാഗം നടത്തിയാലും ഫലമില്ല എന്ന് അങ്ങേക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് ജ്ഞാനതത്വമൊക്കെ ഉപദേശിച്ചു. പക്ഷേ വിനാശകാലേ വിപരീത ബുദ്ധി, അജ്ഞാന ഹേതുവായി തലയിൽ അജ്ഞാനം കൊണ്ട് ഭ്രമിച്ചിരുന്ന ദക്ഷൻ അതിനെ ഒന്നിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല. മനസ്സിലായില്ലേ? അജ്ഞാനികൾ അഹങ്കാരം കൊണ്ടു കഴിഞ്ഞാൽ നീ എത്ര നല്ല ഉപദേശം കൊടുത്താലും ഉപദേശിക്കുന്നവരോട് അവർ ദേഷ്യപ്പെടും. മനസ്സിലായില്ലേ? ഈ ക്രോധം, കോപം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉപദേശം കൊടുത്താലും ഉപദേശിക്കുന്നവരെ കടിച്ചീന്നാൻ ചെല്ലും. ആണ് ഒരു പൊതുവായ ഒരവസ്ഥ. അപ്പൊ ഇവിടെ സതീദേവിയോട് വീണ്ടും കോപിച്ചു. ഇവിടെ സതീദേവി എന്ന് പറഞ്ഞു, വരാനുള്ളത് അനുഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശരീരത്തെ എന്ത് ചെയ്തു? സ്വയം യാഗാഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ തന്റെ ശരീരത്തെ ഭഗവതി സമർപ്പിച്ചു. ഇത് കണ്ടുകൊണ്ട് നന്ദികേശനൊക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ദക്ഷന്റെ സൈന്യം എല്ലാം കൂടെ ഇവരെ യുദ്ധം ചെയ്ത് പുറത്താക്കി. ഇവർ വളരെ വേഗത്തിലോടി ശിവന്റെ അടുത്തെത്തി. ശിവഭഗവാനോട് ഈ വൃത്താന്തം പറഞ്ഞു. പക്ഷെ അതിനോട് മുമ്പ് തന്നെ നാരദ മഹർഷിയും വന്ന ഈ വൃത്താന്തം പറഞ്ഞു. തന്റെ പ്രിയപത്നിയായ സതീദേവി തന്നിൽ നിന്ന് വേറിട്ട് പോയ ആ അനുഭവത്തോടുകൂടി ക്രോധ സ്വരൂപനായി മാറിയ ഭഗവാൻ ഉഗ്രതാണ്ഡവത്തിലേക്ക് എത്തി. ആ താണ്ഡവത്തിലൂടെ ഭഗവാൻ ഭദ്രകാളിയെയും വീരഭദ്രനെയും ജനിപ്പിച്ചു. ആ ഭദ്രകാളിയും വീരഭദ്രനും ഭഗവാന്റെ തിരുജടയിൽ നിന്നും തൃക്കണ്ണിൽ നിന്നും ഉടലെടുത്ത് ഇവര് നേരെ ദക്ഷന്റെ യാഗസ്ഥലത്തേക്ക് എത്തി. ദക്ഷന്റെ യാഗസ്ഥലത്തെത്തി ദക്ഷന്റെ യാഗസ്ഥലം മുഴുവൻ ആക്രമിച്ചു, തകർത്തു. അവിടെ ഉണ്ടായിരുന്ന ദക്ഷനെ സഹായിക്കാൻ നിന്നവരെല്ലാം ദക്ഷനെ ഉപേക്ഷിച്ച് അവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ഒടുവിൽ വീരഭദ്രൻ ദക്ഷനെ പിടികൂടിയിട്ട് തന്റെ ദക്ഷന്റെ ശിരസ് പിരിച്ചെടുത്ത് അഗ്നിയിലേക്ക് ഹോമിച്ചു. അങ്ങനെ ദക്ഷൻ തലയേറ്റ് മൃതനായി മാറി. ഇവിടെ എന്തിനാണ് ഈ അഗ്നിയിലേക്ക് ഹോമിച്ചത്? അഹങ്കാരത്തിന്റെ ഇരിപ്പിടം എവിടെയാ? നമ്മുടെ എല്ലാ അഹങ്കാരത്തിന്റെ സ്ഥാനം എവിടെയാ? ശിരസിലാണ്. നമ്മൾ പറഞ്ഞില്ലേ, അവന്റെ തലക്കനം കണ്ടോ, അവന്റെ ഹെഡ് വെയിറ്റ് കണ്ടോ എന്നൊക്കെ പറയില്ലേ? അഹങ്കാരം, ഈ അഹങ്കാരത്തിന്റെ ഗർവിനെ വേർപെടുത്തി കളഞ്ഞു. മനസ്സിലായില്ലേ? അഗ്നിയിലേക്ക്, അഗ്നിയുടെ പ്രത്യേകത എല്ലാം ശുദ്ധീകരിക്കാൻ കഴിവ് ഇതിനുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ഒന്നിന് മാത്രമാണ് ആ കഴിവുള്ളത്. അതുകൊണ്ടാണ് സർവകർമ്മങ്ങളിലും അഗ്നി സാക്ഷിത്വം. മനസ്സിലായില്ലേ? പഞ്ചഭൂതങ്ങളിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതില് 4 വസ്തുക്കളും മലിനമായി തീരും. ആകാശം മലിനമാവും, വായു മലിനമാവും, ഭൂമി മലിനമാവും, ജലം മലിനമാവും. മാലിന്യങ്ങൾ വന്നു വീണാൽ പോലും ആ മാലിന്യത്തെ കൂടി ശുദ്ധീകരിച്ചോ പവിത്രീകരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്, അഗ്നിക്കുണ്ട്. അതുകൊണ്ടാണ് അഗ്നി നമ്മുടെ ദേവതാ പൂജകളിലെല്ലാം, മനസ്സിലായില്ലേ, ഈശ്വരാരാധനകളിലും ശുഭകാര്യങ്ങളിലും എല്ലാം എന്തിൻ്റെ സ്ഥാനമുണ്ട്? അഗ്നിക്ക് സ്ഥാനമുണ്ട്. ജനനം മുതൽ മരണം വരെയും അഗ്നി സാക്ഷിത്വമാണ് നമ്മുടെയൊക്കെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പോൾ ചോദിക്കും, ജനനം മുതലുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പ്രസവം ഹോസ്പിറ്റലുകളിലായത്. പണ്ട് കാലത്ത് വൈറ്റാട്ടിമാർ പ്രസവം എടുക്കുന്ന സ്ഥലത്ത്
പ്രസൂതി ഗൃഹം എന്ന് പറയപ്പെടുന്ന മുറിയുടെ കന്നിമൂല ഭാഗത്ത് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് പ്രസവം എടുത്തിരുന്നത്. ചിലപ്പോൾ പഴയ കാലത്ത് അത്തരത്തിലൊക്കെ പ്രസവിച്ച അമ്മമാരാരെങ്കിലും അവശേഷിച്ച് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഓർമ്മയിൽ അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം. ശരിയല്ലേ? അഗ്നിസാക്ഷിയായിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചരട് കെട്ട്, പേരിടിയിൽ, ചോറൂണ്, അല്ലേ, വിദ്യാരംഭം, എല്ലാത്തിനും അഗ്നിസാക്ഷിയുണ്ട്. വിവാഹത്തിനും അഗ്നിസാക്ഷിയാണ്. അത് കഴിഞ്ഞാൽ മരണാനന്തര കർമ്മത്തിനും ഏത് സാക്ഷി? അഗ്നി സാക്ഷി. മനസ്സിലായില്ലേ? അഗ്നിക്ക് ഒന്നിനോട് ചേരാറില്ല, എന്നാൽ എല്ലാത്തിനെയും ശുദ്ധീകരിക്കും. അഗ്നിയുടെ പ്രത്യേകത അതാണ് അഗ്നിസാക്ഷിത്വം എന്ന് പറയുന്ന ഭാവം നമുക്ക് കാണാം. അപ്പൊ അപ്രകാരം അഗ്നിയിലേക്ക് ആ ശിരസ് ഹോമിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ശിവഭഗവാനെ ചെന്ന് കണ്ടു. ഭഗവാനെ, അങ്ങയുടെ ക്രോധമൊക്കെ ഒന്ന് അടക്കണം. അങ്ങ് ഇത്രയും ഉഗ്രകോപത്തിൽ നിന്നാൽ ഈ പ്രപഞ്ചം തകർന്നു പോകും. അങ്ങയുടെ ക്രോധമൊക്കെ ശമിപ്പിച്ച് അങ്ങ് ദക്ഷന് ജീവൻ കൊടുക്കണം. എന്തിനാ ഈ ദക്ഷന് ജീവൻ കൊടുക്കാൻ പറഞ്ഞത്? യാഗം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യാഗം വിഘ്നം വരുന്ന മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ യാഗം ചെയ്തപ്പോഴാണ് ഈ മുടക്കം വന്നത്. യാഗത്തിന്റെ യജമാനനാരാണ്? ദക്ഷനായിരുന്നു, നടത്തിപ്പുകാരൻ. അപ്പൊ യജമാനില്ലാതെ യാഗം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദക്ഷന് യാഗത്തിന് അനുവാദം കൊടുക്കാൻ ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഭഗവാൻ പ്രാർത്ഥനാപൂർവ്വം ഭഗവാൻ ശാന്തനായി തീർന്നു. ആ ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഒരാടിൻ്റെ ശിരസ് വെച്ച് ദക്ഷനെ ജീവിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ആടിൻ്റെ ശിരസ് വെച്ച് ദക്ഷൻ ജീവിക്കപ്പെട്ടു. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ചോദ്യം വരാം, ആടിൻ്റെ തല വെച്ചൊരു ഒരാൾ ജീവിച്ചിരിക്കുമോ? ഒരിക്കലും ജീവിച്ചിരിക്കില്ല. പിന്നെ എന്തിനാ പുരാണത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് തർക്കിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ തലമുറ ഈശ്വര വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത്. മനസ്സിലായില്ലേ? കാരണം അവരിന്ന് പഠിച്ച ശാസ്ത്രവും അവരുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടും, മനസ്സിലായോ, അവരുടെ അറിവ് വെച്ചുകൊണ്ടും ഒരിക്കലും അങ്ങനെ ജീവിച്ചിരിക്കില്ല എന്ന് അവർ വാദിക്കും. നമ്മളെന്ത് പറയും? ദൈവമാണ്, കോപം കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരതിനെ ഉൾക്കൊള്ളത്തില്ല. ഇവിടെയാണ് അതിൻ്റെ യുക്തിഭദ്രതയിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇവിടെ എന്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ചിന്തിക്കുക? ഇവിടെ ബുദ്ധിയുടെ സ്ഥാനമാണ് ശിരസ്, ഇല്ലേ? എങ്ങനെയുള്ള ബുദ്ധിയുടെ സ്ഥാനമാവണം? വിശേഷ ബുദ്ധിയുടെ, വിവേകജ്ഞാനത്തിൻ്റെ, മനസ്സിലായില്ലേ, ഉന്നതമായ ബുദ്ധിയുടെ സ്ഥാനമാകണം ശിരസ്. കാരണം മനുഷ്യൻ എന്ന് പറയുമ്പം തന്നെ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? മൃഗങ്ങളും മനുഷ്യനെയും തമ്മിലെടുത്താലുള്ള പ്രത്യേകത എന്താ? ചുരിദാറിടും, സാരി ഉടുക്കും, പാനിടും, ആണോ? എന്താണ്? വിവേക ബുദ്ധിയുണ്ട്. മൃഗങ്ങൾക്ക് കേവല ബുദ്ധിയാണ് ഉള്ളത്. ആ വിശേഷ ബുദ്ധിയുടെ സ്ഥാനത്ത് നിന്ന് ദക്ഷൻ അധപ്പതിച്ചു. മനസ്സിലായില്ലേ? മൃഗബുദ്ധിയിലേക്ക് എത്തപ്പെട്ടു. നമ്മൾ മനുഷ്യന്റെ രൂപത്തിലുള്ള ചിലരെ നോക്കിയിട്ട് പറയില്ലേ, ഓ ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ചോദിക്കാറില്ലേ? നാട്ടിൽ ചില പ്രവൃത്തി കണ്ടാൽ ചോദിക്കാറില്ലേ, ഇവനൊക്കെ ഒരു മൃഗമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം അത്ര മോശപ്പെട്ട കർമ്മം, ക്രൂരകർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒരു മൃഗത്തിന് തുല്യമായിട്ട് പറയും. യഥാർത്ഥത്തിൽ മൃഗത്തിനിടക്ക് രണ്ട് കൊമ്പും വാലും വന്നതുകൊണ്ടാണോ? അല്ല, പ്രവൃത്തി കൊണ്ട് അധപ്പതിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ ദക്ഷനും മൃഗബുദ്ധിയിലേക്ക് താഴ്ന്നു. മനസ്സിലായോ? ബുദ്ധിയിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന ജീവിയിലൊന്ന് ആട്. അതിനേക്കാളും ബുദ്ധിയുണ്ട് നായ്ക്കും പശുവിനും മറ്റു മൃഗങ്ങൾക്കും. മനസ്സിലായില്ലേ? ആട് വളരെ ബുദ്ധിയിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഈ നായ്ക്കൊക്കെ നമുക്കറിയാം ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ അങ്ങനെയുള്ള പക്ഷികൾക്കും ഉണ്ട്. പക്ഷേ ആടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആടിന് കേവലമായ ബുദ്ധിയേ ഉള്ളൂ. ആ കേവല ബുദ്ധിയിലേക്ക് ആര് വന്നു? ദക്ഷൻ എത്തിച്ചേർന്നു. മനസ്സിലായില്ലേ? അപ്പോ ദക്ഷന് ഉന്നതമായ ബുദ്ധിയിൽ നിന്ന് കേവല ബുദ്ധിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ട്. അപ്പൊ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് അഹന്തയെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ജീവിതത്തിൽ അഹങ്കാരമുക്തരാവാനാണ് നമ്മൾ ഭഗവാനെ ഭജിക്കേണ്ടത്. ഈശ്വരാരാധന എന്തിനാണെന്ന് ചോദിച്ചാൽ ജ്ഞാനം നേടാനാണ്, വരം നേടാനല്ല. ഭഗവാൻ ഇന്ന് വരം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ദുഃഖം വളരെ വലുതായിരിക്കും. അതങ്ങനെയാണ് ഈശ്വരൻ്റെ ഒരു പ്രത്യേകത. വരം കൊടുക്കുക എന്ന് പറയുന്നത് ഭഗവാൻ ഒരു പരീക്ഷണമാണ്. എന്നെയാണോ ഇവൻ തേടി വരുന്നത്, എൻ്റെ കയ്യിലുള്ളത് തേടിയാണോ വരുന്നത്? പരീക്ഷണം ആണ്. ബുദ്ധിമാന്മാരായ ഭക്തന്മാർ ഒരിക്കൽ പോലും ഭഗവാനിന് എന്ത് നേടില്ല? വരം നേടില്ല. മനസ്സിലായില്ലേ?
ശരിയായ ഭക്തൻ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് വരം ചോദിക്കില്ല. വരം കൊടുക്കുന്ന തന്നെ യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മളെ പരീക്ഷിച്ച് നമ്മളെ ഒന്ന് താഴോട്ട് പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ? ഇവൻ എന്നെ നേടാനല്ല, ഇവൻ മോഹത്തിന് വേണ്ടി വന്നവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദന്റെ അടുത്ത് നരസിംഹമൂർത്തി ഭഗവാൻ ചോദിച്ചു, പ്രഹ്ലാദ എന്ത് വരം വേണം അല്ലേ? ഇപ്പൊ നമ്മളെടുത്ത് കാക്കനാട് മഠത്തിൽ വാഴുന്ന ദുർഗാ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു എന്ന് വെക്കുക. നിങ്ങളെ മുന്നിൽ പറയണം, ഒരു വരം തരാം, ഒരു വരവേ ഉള്ളൂ, ഒരിക്കൽ മാത്രം ജീവിതത്തിൽ ഒരൊറ്റ തവണ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഒരു വരം ചോദിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിക്കും? 1 മിനിറ്റ് സമയം തരാം, എന്ത് ചോദിക്കും? ഒരേ ഒരു വരമേ ചോദിക്കാം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരെണ്ണേ ചോദിക്കാൻ പറ്റൂ. എന്ത് വരം ചോദിക്കും? അങ്ങനെ ഒരു ചോദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? നമുക്ക് ഉറപ്പുണ്ട് ദുർഗാദേവി നമ്മുടെ മുമ്പിൽ വരുത്തില്ല അല്ലേ? നമ്മൾ ഭജിക്കാറുണ്ട്, പക്ഷെ ദുർഗാദേവി അങ്ങനെയൊന്നും ദേവി ഞങ്ങളടുത്ത് കളിക്കാൻ എടുക്കത്തില്ല, വിളച്ച് കാണിക്കില്ല. അങ്ങനെയല്ലേ? ഇനി ചോദിക്കണമെങ്കിലോ ഇന്നത്തെ ആഗ്രഹം അല്ലല്ലോ ഇന്നലത്തെ ആഗ്രഹം. ഇന്നലത്തെയാണോ മെഞ്ഞാത്ത ആഗ്രഹം? ആണോ? 1 വർഷം മുമ്പുള്ള ആഗ്രഹമാണോ ഇപ്പോഴത്തെ ആഗ്രഹം? നമ്മളിങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളുടെ പുറകിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് അല്ലേ? മനസ്സിലായില്ലേ? ഇവിടെ യഥാർത്ഥ ഭക്തന് അങ്ങനെ ഒരവസരം കിട്ടിയാൽ എന്ത് ചോദിക്കും? ചിലരിപ്പോൾ ആലോചിക്കും, ഒരു 5 ലക്ഷം രൂപ ചോദിക്കുക, 2 കടമുണ്ട്, 3 ബാങ്കിലിടാം. അന്നേരം ആയിരിക്കും ആഗ്രഹിക്കുന്ന വീടൊന്ന് വലുതാക്കി വെച്ചാലോ? അപ്പോൾ ഒരു 15 ലക്ഷം ചോദിക്കാം. അപ്പോൾ ചോദിക്കടാ കുറച്ചുകൂടെ ഭൂമിയും കൂടെ വേണ്ടേ വലിയ വീട് വെക്കണമെങ്കിൽ? അപ്പോൾ എന്ത് ചെയ്യാം? ഒരു 50 ലക്ഷം ചോദിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിൽ വരുന്നത്, എടാ ഇതൊക്കെ വെക്കുമ്പോഴത്തേക്ക് 2 നിലയൊക്കെ പണിയണ്ടേ? അങ്ങനെയാണെങ്കിൽ 2 കോടി ചോദിക്കാം. അപ്പോഴാണ് അടുത്തത് കാറ് വേണ്ടേ? അപ്പോൾ കാറ് വേണം, അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു 5 കോടി ആവാം. അതും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ പിന്നെ കാറിന് എണ്ണ അടിക്കണമല്ലോ, അതിനുള്ള ഫണ്ട് കൂടെ വേണ്ടേ? അപ്പോൾ 10 കോടിയാവാം. അപ്പോഴാണ് ചിന്തിക്കുക മക്കൾ 3 പേരില്ലേ, 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോയില്ലേ? എന്നാ പിന്നെ എന്ത് ചെയ്യാം? ഒരു 500 കോടിയാ. അവസാനം ചോദിക്കാനുള്ളത് ഇങ്ങനെ മൂത്ത് ഈ ബലൂണിൽ കാറ്റ് കയറി പരിധി വിടുമ്പോൾ ബലൂൺ ടപ്പോന്ന് പൊട്ടുന്നത് പോലെ നമ്മുടെ ഹൃദയം പൊട്ടി നമ്മൾ ചത്തുപോകും. ഇതല്ലേ സംഭവിക്കത്തുള്ളൂ അല്ലേ? അതുകൊണ്ട് ഭഗവതി മുന്നിൽ വരണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവതി ഇങ്ങനൊരു ആവശ്യം വെച്ചുകൊണ്ട്, ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചുകൊണ്ട് വരല്ലേ അല്ലേ? വന്നാൽ നമ്മൾ പെട്ടുപോകും. ഇവിടെയാണ് ഒരു ശരിയായ ഭക്തനിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇതുവരെ തമാശ പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ ഗൗരവത്തിലേക്ക് വരാം. ഇവിടെ പ്രഹ്ലാദൻ അസുരവംശത്തിൽ ജനിച്ച ആളാണ്. യഥാർത്ഥത്തിൽ എന്ത് കിട്ടിയാലും എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നവരാണ് അസുരന്മാർ അല്ലേ? എല്ലാം പിടിച്ചു വാങ്ങുന്നവരാണ്, പിടിച്ചു പറിക്കുന്നവരാണ്. ആ അസുരകുലത്തിൽ ജനിച്ച പ്രഹ്ലാദനോടാണ് ഭക്തി കൊണ്ട് ശുദ്ധമായി മാറിയപ്പോൾ മനസ്സിലായേ? എല്ലാം എനിക്ക് വേണമെന്ന് എന്ത് കിട്ടിയാലും പിടിച്ചു പറിക്കുന്ന ആക്രാന്തം പൂണ്ട അസുരന്മാരുടെ കുലത്തിൽ ജനിച്ച പ്രഹ്ലാദൻ ഭക്തി കൊണ്ട് ശുദ്ധനായി മാറിയപ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഭക്തി എന്തിനാണ്? ശുദ്ധമായി മാറാനാണ്. എവിടെ ശുദ്ധമായി മാറാൻ? മനസ്സ്, നമ്മുടെ ഉള്ള് അല്ലേ? അന്തരംഗം ശുദ്ധമായി മാറണം. അങ്ങനെ മാറിയപ്പോൾ ആ പ്രഹ്ലാദനോട് ഭഗവാൻ ചോദിച്ചു, എന്ത് വരം വേണം? എന്ത് ചോദിച്ചാലും കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ പ്രഹ്ലാദന് വേണ്ടിയിട്ടാണ് ഈ രൂപം പോലും ഭഗവാൻ സ്വീകരിച്ചത് അല്ലേ? കരിങ്കൽ തൂണിനുള്ളിൽ ഗർഭം ധരിച്ച് ആ രൂപം സ്വീകരിച്ച് പുറത്ത് വന്നത്. അപ്പൊ എന്ത് ചോദിച്ചാലും കൊടുക്കും. പ്രഹ്ലാദൻ ആ സമയത്ത് ചോദിച്ചു വരം എന്താണ്? ഭഗവാനെ, ഒരു വരവും ചോദിക്കാതിരിക്കാൻ ഒരു വരം തരണം. അതായത് ഒരു മോഹവും എന്നിൽ നീ ഉണ്ടാക്കരുത്, എന്നും നിന്റെ പാദസ്മരണകൾ ഉണ്ടാവണം. ഇതാണ് ശരിയായ ഭക്തൻ. മനസ്സിലായില്ലേ? ഈ വരം വാങ്ങലെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ ഭക്തിയിൽ നമ്മളെ ഭഗവാൻ പരീക്ഷിക്കുന്നതാണ്. മനസ്സിലായോ? ആ ഭക്തിയിൽ ഉറച്ചിട്ടുണ്ടോ എന്നുള്ള പരീക്ഷണം നടത്തുന്നതാണ്. പഠിപ്പിച്ച അധ്യാപകർ തന്നെ നമ്മളെ പരീക്ഷ നടത്തിയിട്ട് നമ്മളെ മൂല്യത്തെ നിർണ്ണയിക്കത്തില്ലേ? അതുപോലെ ഭഗവാൻ നമ്മുടെ ഒരു മൂല്യത്തെ നിർണ്ണയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കുചേലൻ ഭഗവാനെ കാണാൻ പോയി. എത്ര ദാരിദ്ര്യത്തോടു കൂടി പോയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അവിടെ ചെന്നപ്പോൾ ഭഗവാൻ നിർബന്ധിച്ചു, കുചേല എന്തെങ്കിലും വേണോ? വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ഇനി ചോദിക്കാതെ തന്നെ ഭഗവാൻ കുചേലന് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടു കൊടുത്തു, പട്ടു വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു. ആ ഒരൊറ്റ രാത്രിയിൽ ഏതാണ്ട് ഭീമാഞ്ജുവലരുടെ പരസ്യമായിട്ട് മാറി കുചേലൻ ഒറ്റ ദിവസം കൊണ്ട്. സർവാഭരണം,
അതായത് കൃഷ്ണൻ്റെയും രുക്മിണിയുടെ ഒക്കെ ആഭരണം മുഴുവൻ വാരിയാൾക്ക് ഇട്ട് കൊടുത്തു, കുചേലൻ ഇട്ട് കൊടുത്തു. ഒരു പ്രതിമയിൽ ഒരു വിഗ്രഹത്തിൽ മാല കൊണ്ടിട്ടാൽ ആ വിഗ്രഹം എങ്ങനെ നിൽക്കുമോ അതുപോലെ ആര് നിന്നു? കുചേലൻ നിന്ന്. പട്ടുവസ്ത്രമൊക്കെ കൊടുപ്പിച്ചു, എല്ലാ വിഭവങ്ങളും കൊടുത്തു. ഭഗവാൻ കിടന്നിറങ്ങുന്ന ആ പട്ടുമെത്തമേൽ കിടത്തി ഉറക്കി. പാദ ശുശ്രൂഷകൻ നേരം വെളുത്തപ്പോൾ ഭഗവാന്റെ സ്വഭാവം മാറി. ഭഗവാൻ കുചേലനോട് ചോദിച്ചു, പോകുന്നില്ലേ? ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു അല്ലേ? നമ്മളെയൊക്കെ വീട്ടിൽ ഒരു ബന്ധു വന്നാൽ നമ്മൾ ചോദിക്കുന്നത് ലഭിക്കുന്നത് എപ്പോഴാ പോണേ? അവർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, കുംഭഭരണിയും കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അയ്യോ നാളെ ഞങ്ങൾ വേറെടുത്ത് പോവുക, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ എന്താ കാരണം പൊക്കോളാൻ. ഭഗവാൻ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ച് ഇവിടെ എന്താ കാരണം? ഭഗവാന് അവിടെ വിറങ്ങും പോകാനുള്ളത് കൊണ്ടല്ല, ഭഗവാൻ ഒരു ദുർബലതയുണ്ട്. മനസ്സിലായില്ലേ? ഈശ്വരൻ ദുർബലത ഇല്ലെന്നാണ് പറയുന്നതെങ്കിലും ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചിന്തിക്കുമ്പോൾ ഭഗവാൻ ഒരു ദൗർബല്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഭക്തൻ ഭഗവാന്റെ ദൗർബല്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കുചേലനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഒരു 2 ദിവസം കൂടി കുചേലനോട് താമസിച്ചാൽ പിന്നെ കുചേലൻ പോയാൽ കൂടെ ആര് പോകും? മനസ്സിലായില്ലേ? തള്ളപ്പശു പോകുന്നതിൻ്റെ പുറകില് കുട്ടിപ്പശു നടക്കല്ലേ, കുട്ടിപ്പശു പോകുന്നതിൻ്റെ പുറകില് തള്ള നടന്നു പോകുന്നവർക്ക് ഭഗവാൻ നേരെ കുചേലന്റെ വീട്ടിൽ താമസം തുടങ്ങും. മനസ്സിലായോ? എന്താ കാരണം? ഭക്തന്റെ ഹൃദയം അത് ഭഗവാന്റെ സ്ഥാനമാണ്. മനസ്സിലായോ? അതാണ് ഭക്തന്റെ സ്ഥാനം ഏറ്റവും ഉയർത്തുക. ഭഗവാനേക്കാൾ മുകളിലാണ് ഭക്തന്റെ സ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ നിലയുള്ളത് കൊണ്ടാണ് ഭഗവാൻ കുചേലനെ യാത്രയാക്കുന്നത്. കുചേലന് ഇട്ടുകൊടുത്തതെല്ലാം ഭഗവാൻ ഊരി മേടിച്ചു. നീ തന്നേക്കാൻ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ഊരി മേടിച്ചത്? ഇങ്ങനെ ഊരി മേടിക്കാൻ ഇട്ടുകൊടുത്തത് എന്തിനാ? തലേന്ന് രാത്രിയിൽ ഇട്ടുകൊടുത്തു, പിറ്റേന്ന് രാവിലെ ഊരി മേടിച്ചു. എന്തിനാ ഇത് ഊരി മേടിക്കുന്നത്? ഇത് ഊരി മേടിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഇത് ഊരുമ്പോഴെങ്കിലും കുചേലൻ ഭഗവാനെ ആ അരഞ്ഞാണമെങ്കിലും അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ ആ മോതിരമെങ്കിലും, ആ കിഡ്നി വരെയുള്ള മോതിരമെങ്കിലും, ചെറിയ വരെയുള്ള മോതിരമല്ലേ, വലിയ വരെയുള്ളതല്ല, അതെങ്കിലും കിടക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുചേലനിൽ മോഹമുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഊരിയെടുക്കുമ്പോഴും കുചേലൻ ഇട്ടതും അറിഞ്ഞില്ല, ഊരുന്നതും അറിഞ്ഞില്ല. ഇനിയോ ആഭരണം ഊരിയത് പിന്നെയും നമുക്ക് ക്ഷമിക്കാം. ഉടുക്കാൻ കൊടുത്ത വസ്ത്രം വരെ ഊരി മേടിച്ചു. എന്നിട്ട് തലേന്ന് ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വന്ന കീറി പറഞ്ഞ വസ്ത്രവും എലി കടിച്ച കോണവും എടുത്ത് കൊടുത്തിട്ട് അവൻ്റെ എടുത്തുകൊണ്ട് പോയിക്കോളാം. നമ്മൾ കേൾക്കുമ്പോൾ എന്തൊരു വിഷമകരമാണ്. പക്ഷെ കുചേലൻ വസ്ത്രത്തിൽ പോലും മോഹിച്ചില്ല. ഇന്നലെ കുചേലൻ അവിടെ നിന്നൊക്കെ പോയി അല്ലേ? ഇപ്പം നമ്മൾ പറയും വീട്ടിൽ ചെന്നപ്പോൾ സമ്പത്ത് വന്നു. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആ സമ്പത്ത് വന്നപ്പോൾ കുചേലൻ്റെ ഒരു ആത്മകഥമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമുക്ക് തെറ്റിദ്ധാരണ വരുന്നത്. എന്താ കാരണം? നമ്മുടെ ധാരണ കുചേലൻ ഭഗവാൻ കൊടുത്ത് അവന് നിന്നു അല്ലേ? ഭഗവാൻ സമ്പത്ത് കൊടുത്തു. സമ്പത്ത് സംഗതിയല്ല. കുചേലൻ ആ സമയത്ത് പറയുന്നത് ഭഗവാനെ ഇക്കളി മാധവമായ എന്ന് കണ്ടു ദൃഢം. മനസ്സിലായില്ലേ? ഭഗവാനെ ഇതും നിന്റെ ഒരു മായയാണ്, നിന്റെ കളിയാണ്, എന്നെ പരീക്ഷിക്കുകയാണ്. കാരണം നീ അടുത്തുള്ളപ്പോൾ എനിക്ക് മോഹം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇട്ടതൊക്കെ ഊരി മേടിച്ചപ്പോൾ അല്ലെങ്കില. അതുകൊണ്ട് നീ അടുത്തില്ലാത്തപ്പോൾ മനസ്സിലായില്ലേ, എൻ്റെ ഉള്ളിൽ മോഹം ഉയർന്നു വന്ന് ഞാൻ ഇതൊക്കെ കണ്ട് മോഹിക്കുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വസ്തുവിലും ഞാൻ മോഹിക്കില്ല. ഇക്കളി മാധവമായ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. നമുക്കാശ്രയം ഹരിപാദചരണം. എനിക്ക് ആശ്രയം എന്താ? ഭഗവാന്റെ പാദങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കുചേലൻ ആ സമ്പത്ത് മുഴുവൻ നിരാകരിച്ചു, അവിടെ ഉപേക്ഷിച്ചു. ഭഗവാൻ കൊടുത്ത ഒരു സമ്പത്തും കുചേലൻ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചതാണ് കുചേലൻ എന്ന് നമ്മൾ പഠിച്ചാൽ നമ്മൾ കുചേലനെ അപമാനിക്കുന്ന ഭക്തരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വലിയൊരു ശതമാനം ഭക്തന്മാരും കുചേലനെ അപമാനിക്കുന്നവരാണ്. കുചേലന് സമ്പത്തൊക്കെ കിട്ടി, അതുകൊണ്ട് കുചേല സംഗതി കാണാൻ പോയി അവിൽക്കിരി വെച്ചാൽ നമുക്കും പണം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് യജ്ഞശാലയിൽ വരുന്നവരുണ്ട്. അവിടെ ദാരിദ്ര്യമല്ല അകലേണ്ടത്, പ്രാരാബ്ധമാണ്. മനസ്സിലായില്ലേ? ദാരിദ്ര്യം പ്രാരാബ്ധത്തിൻ്റെ ലക്ഷണമാണ്. നമുക്കിപ്പോൾ ഒരു പനി വന്നു, പനിക്ക് ലക്ഷണങ്ങളുണ്ടാവും, ചൂട്, ചുമ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചൂടും ഇതൊക്കെയാണോ മാറേണ്ടത്, പനിയാണോ മാറേണ്ടത്? രോഗമാണോ ലക്ഷണമാണോ മാറേണ്ടത്? രോഗമാണ്. മനസ്സിലായില്ലേ? ഇവിടെ യഥാർത്ഥ കാരണം പ്രാരാബ്ധമാണ്. അവിടെയാണ് കുചേലൻ പറയുന്നത് ഭഗവാനെ ഇതും നിന്റെ ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞവരെ കുചേല പത്നി വിട്ടില്ല, അവർ സമ്പത്തൊക്കെ പിടിച്ചുകൊണ്ടിരുന്നു കുറച്ചാണ്. അത് കഴിഞ്ഞപ്പോൾ അവർക്കും തോന്നി കുചേലൻ പറഞ്ഞതാണ് ശരി. കാരണം എന്താ? ഈ ധനം വന്നപ്പോൾ പിന്നെ ധനത്തിൻ്റെ ടെൻഷനായി, ധനം ഇല്ലാത്തപ്പോൾ ധനം ഇല്ലാത്തതിൻ്റെ ടെൻഷൻ. മനസ്സിലായില്ലേ? ഇല്ലാത്തവൻ ഇല്ലാത്തതിൻ്റെ ദുഃഖം, ഉള്ളവന് ഉള്ളതിന് ദുഃഖം. രണ്ടും ദുഃഖമാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, മറ്റുള്ളവർ കക്കുവോ മോട്ടിക്കുവോ എന്നുള്ള ഭയം. അങ്ങനെ വന്നപ്പോൾ
കുചേലന്റെ മുന്നിൽ വന്ന് ഭാര്യ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ മനഃശാന്തി അപാരമാണ്. കുചേലൻ പറഞ്ഞു, അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പൊ കൈ വന്നതെല്ലാം എന്ത് ചെയ്യണം, വിട്ടേക്കാൻ പറഞ്ഞു. ഈ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്ത് കുചേലനും കുചേല പത്നിയും നാമം ജപിച്ച് തീർത്ഥാടനം ചെയ്ത് ഭഗവാനെ നേടി. അതാണ് സദ്ഗതി. മനസ്സിലായില്ലേ? ഇവിടെ പറഞ്ഞു വന്നത്, ഈ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അത്തരത്തിൽ വിവേക ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആ മൃഗത്തിന്റെ ശിരസിലേക്ക് താഴ്ത്തപ്പെട്ടു. അങ്ങനെ വീണ്ടും അവിടെ ദക്ഷയാഗമൊക്കെ പൂർത്തീകരിച്ചു. ഇത് കഴിഞ്ഞ് മഹാദേവൻ വളരെ ദൃഢമായ സാധനയിലേക്ക്, യോഗ സാധനയിലേക്ക് മുഴുകി അദ്ദേഹം സമാധിസ്ഥനായി മാറി. ആ സമയത്ത് ഒരു അസുരൻ ഒരു വരം നേടി. ഈ അസുരൻ താരകാസുരൻ എന്നാണ് പേര്. ഈ അസുരൻ അവസരത്തിനൊന്ന് ചിന്തിച്ചപ്പോൾ മരണമുണ്ടാകരുതെന്ന് ചോദിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു അത് പറ്റില്ല. അപ്പൊ പിന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധി ശിവപുത്രൻ എന്നെ വധിച്ചോട്ടെ. മനസ്സിലായില്ലേ? എന്താ ശിവപുത്രൻ വധിക്കട്ടെ എന്ന് പറഞ്ഞത്? ശിവന് നിലവിൽ പുത്രനില്ല. പിന്നെ പത്നിയായ സതീദേവി ശരീരം നഷ്ടപ്പെട്ടു. അതോടുകൂടി ശിവൻ തീവ്രമായ സമാധിയിലേക്ക് മുഴുകി. ശിവന്റെ സമാധിയിൽ നിന്ന് ഇങ്ങനെ ഉണരാനൊന്നും സാധ്യതയില്ല. ഇനി ഒരാളെ വിവാഹം കഴിക്കാൻ സതിയെ അത്ര കണ്ട് പ്രണയിച്ചിരുന്ന ആളാണ് ശിവൻ. മനസ്സിലായില്ലേ? ലോകത്തിൽ പത്നിയെ ഏറ്റവും കൂടുതൽ പ്രണയിച്ച ഈശ്വരൻ ആരാന്ന് ചോദിച്ചാൽ, മാതൃകയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ സ്വരൂപം ശിവനാണ്. ആ ശിവൻ അതുകൊണ്ട് വേറൊരാളെ പകരം സ്വീകരിക്കില്ല. അതുകൊണ്ട് ശിവന് പുത്രൻ ഉണ്ടാവില്ല എന്നൊക്കെ ആര് വിചാരിച്ചു? അസുരൻ വിചാരിച്ചു. അങ്ങനെ അസുരൻ അതോടുകൂടി ദുർമതിയായി ദേവലോകമൊക്കെ ആക്രമിച്ച് ദേവന്മാരെല്ലാവരും ഓടി ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയൊക്കെ ചെന്ന് കണ്ടു. അവർ പറഞ്ഞു, ഇതിന് പരിഹാരം കാണാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ് മാർഗം? ആദിപരാശക്തിയായ ഭഗവതി വീണ്ടും ശിവനിലേക്ക് വന്ന് ചേരണം. അങ്ങനെ അറിയിച്ചതിനെ തുടർന്ന് ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് നേരെ ഭഗവതിയെ പ്രാർത്ഥിച്ചു. ഭഗവതിയെ പ്രസാദിപ്പിച്ച് ഭഗവതിയോട് പറഞ്ഞു, അല്ലയോ ഭഗവതി, അവിടുന്ന് വീണ്ടും പുനർജനിച്ച് ശിവനിലേക്ക് വന്ന് ചേരേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. ഇപ്രകാരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭഗവതി പറഞ്ഞു, ഞാൻ തയ്യാറാണ്, മഹാദേവനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ആവശ്യമാണ് കാലത്തിന്റെ എന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹിമവാന്റെ പുത്രിയായി ജനിക്കാം എന്ന് അറിയിച്ചത് തുടർന്ന് ഇവര് ദേവന്മാർ പോയി ഹിമവാനോട് പറഞ്ഞു. ഹിമവാൻ പോയിട്ട് ദേവിയെ തപസ് ചെയ്തു. അങ്ങനെ ഹിമവാന്റെ പുത്രിയായി ശൈലനന്ദിനിയായിട്ട് ആര് വന്നു? ഇവിടെ സാക്ഷാൽ ഭഗവതി വന്നു. ഉമയെന്നും ഗൗരി എന്നും പർവ്വതത്തിന്റെ പുത്രിയായതുകൊണ്ട് പാർവതി എന്ന പേരിലും സാക്ഷാൽ ഭഗവതി അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഉത്തമ ആയ രീതിയിൽ ഭഗവതി വളർന്നു വരവേ ഒരു ദിവസം നാരദ മഹർഷി വന്നു. ആ സമയത്ത് ഹിമവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു, ഈ കുട്ടിയുടെ ജാതകം ഒന്ന് ഗണിക്കാൻ പറഞ്ഞു. നാരദര് സർവശാസ്ത്ര പണ്ഡിതനാണ്. അപ്പൊ നാരദര് ജാതകമൊന്നും ഗണിച്ചില്ല, കൈരേഖ നോക്കിയിട്ട് പറഞ്ഞു, ഉത്തമനായ വരനെ ലഭിക്കും, പക്ഷേ അമംഗളനും കൂടിയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ പാർവതി ചോദിച്ചു, ഇതാരാണ് ഈ അമംഗളൻ? അപ്പോഴാണ് മഹാദേവൻ, ലോകത്ത് മംഗളം ചെയ്യുന്നവനും ബാക്കി സ്വരൂപത്തിൽ അജ്ഞാനികൾക്ക് അമംഗളൻ എന്ന് തോന്നുന്നവനും ജ്ഞാനികൾക്ക് മംഗളനായി തോന്നുന്നവനും. മനസ്സിലായില്ലേ? ഇത് ദക്ഷിണക്കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അജ്ഞാനികൾക്ക് ഈശ്വരൻ എപ്പോഴും അമംഗളനായിട്ട് തോന്നും, ഈശ്വരനില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? യുക്തിവാദം ഒക്കെ പറഞ്ഞ് ഈശ്വരനില്ല, ഈശ്വരൻ അങ്ങനെയാണ്, ഈശ്വരൻ എവിടെയുണ്ട്, ഈശ്വരൻ മിത്താണ്, അതാണ് ഇതാണ്, ഇല്ലേ? അങ്ങനെയുള്ള നിന്ദകൾ നടത്തും. ആര്? അജ്ഞാനികൾ അഹങ്കാരം കൊണ്ട് നടത്തും. അവർ രാമായണം കത്തിച്ച് കളയണം, ഭാഗവതം വായിക്കരുത്, ഇതൊക്കെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. ജ്ഞാനികൾ അതിൻ്റെ അമൃതതുല്യമായ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മംഗളകരമായി സ്വീകരിച്ച് ജീവിതത്തെ അത് ശ്രേയസ്കരമാക്കി മാറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടുകൂടി പാർവതി പൂർണ്ണമായി മഹാദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി. മഹാദേവനെ നേടാൻ വേണ്ടി നേരെ ഹിമവാന്റെ അനുവാദമൊക്കെ വാങ്ങി ഭഗവാന്റെ തിരുമുമ്പിൽ തന്നെ ചെന്നിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാന് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി കൊടുത്ത് ഭഗവാനെ സൽക്കരിച്ച് ദീർഘകാലം പാർവതി ദേവി അനുഷ്ഠാനങ്ങളിൽ മുഴുകി. പക്ഷേ മഹാദേവൻ തപസ്സിൽ നിന്നുണരുന്ന ലക്ഷണം ഇല്ല. ദേവന്മാരുടെ ഇടയിൽ ചർച്ചയായി എങ്ങനെയെങ്കിലും മഹാദേവനിലേക്ക് മഹാദേവി വന്ന് ചേരണം. മഹാദേവൻ ഇങ്ങനെ ഗാഠമായ ഈ ഒരു സമാധിയിൽ ഇരുന്നാൽ ഇത് സാധ്യമല്ല. ഈ സമാധിയിൽ നിന്ന് മഹാദേവന് വിഘ്നം വരുത്താനും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട്, എന്താ ചെയ്യേണ്ടത് ചിന്തിച്ചു. അപ്പോഴാണ് ദേവന്മാർ പറഞ്ഞു, നമുക്ക് കാമദേവനെ അയക്കാം. പാർവതി ദേവി പോകുമ്പോൾ കൂടെ ആരും കൂടെ പോട്ടെ,
കാമദേവൻ പോകട്ടെ. അപ്പോൾ ഇവിടെ കാമദേവന്റെ പ്രവൃത്തി കൊണ്ട് മഹാദേവനിൽ കാമമോഹങ്ങൾ ഉണർന്നാൽ, വികാര വിചാരങ്ങൾ വന്നാൽ, ആ വികാര വിചാരങ്ങൾ വരുമ്പോൾ പാർവതിയെ ദർശിച്ചാൽ പാർവതിയെ മോഹിതനായി തീരും. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു. കാമദേവൻ ചെന്ന് കണ്ടപ്പോൾ കാമദേവൻ പറഞ്ഞു, ഈ കളിക്ക് ഞാനില്ല. കാരണം പണ്ടൊരിക്കൽ നിങ്ങൾ എന്നെ ഇതുപോലെ ഒരിടത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നരനാരായണ മഹർഷിമാരുടെ തപസ് മുടക്കാൻ ഇന്ദ്രൻ പറഞ്ഞിട്ട് ഒരിക്കൽ അവിടെ പോയതാണ്. അവിടെ പോയ സമയത്ത് നല്ല ഡാൻസുകാരികളായിട്ടുള്ള മേനകയും തിലോത്തമയും രംഭയൊക്കെ കൊണ്ടുപോയി നല്ല ഡാൻസ്, കുച്ചിപ്പുടി, മോഹിനിയാട്ടമൊക്കെ നടത്തി കാമദേവൻ പാട്ടൊക്കെ പാടി അമ്പൊക്കെ കൊലച്ചു. പക്ഷേ നരനാരായണ മഹർഷിമാർ ഉഗ്ര നിഷ്ഠരാണ്. സാക്ഷാൽ വിഷ്ണുദേവൻ തന്നെയാണ് നരനാരായണന്മാര്. ഈ നരനാരായണന്മാർ തന്നെയാണ് പിന്നീട് ശ്രീകൃഷ്ണ അർജുനന്മാരായി വന്നു ചേർന്നതെന്ന് പറയപ്പെടുന്നത്. ആ നരനാരായണന്മാരിൽ നാരായണൻ തൻ്റെ കാൽത്തുടയിൽ നിന്ന് അതിനേക്കാൾ വലിയ സുന്ദരിയായിട്ട്, മനസ്സിലായില്ലേ, ഇങ്ങോട്ട് വന്നവരെ തോൽപ്പിക്കുന്ന ലോകൈക സുന്ദരിയായ ഒരാളെ ജന്മം കൊടുത്തു. ഉർവിയിൽ നിന്നുള്ളത് കൊണ്ട് ഉർവശി എന്ന് നാമകരണം ചെയ്തു. ഈ ഉർവശിയെ കണ്ടതോടുകൂടി ഇന്ദ്രൻ അയച്ച മേനയ്ക്കും രംഭയ്ക്കും തിലോത്തമയ്ക്കൊക്കെ ലജ്ജ വന്ന് മാറി എന്ന് പറഞ്ഞു. കാരണം എന്താ, അവിടുന്ന് വന്നതിനേക്കാൾ വലിയ മോഹിതമാകുന്ന സൗന്ദര്യത്തിൽ ഇവിടെയുണ്ട്. എന്താ നരനാരായണൻ പറഞ്ഞ, ഇന്ദ്ര നീ ഇങ്ങോട്ട് ആളിനെ അയക്കണ്ട, ഇത്തരം ആൾക്കാരെ കണ്ട് ഞങ്ങൾ മോഹിക്കില്ല. കാരണം ഇതിനേക്കാൾ കഴിവുള്ള ആൾക്കാരെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കാട്ടി നിനക്ക് മോഹിപ്പിക്കാം, പക്ഷെ ഉള്ളത് കാട്ടി മോഹിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഉർവശിയെ കൂടി ഇന്ദ്രനൊരു ഗിഫ്റ്റായിട്ട് തിരിച്ചു കൊടുത്തു. അന്ന് കാമദേവന് തൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റാതെ അപമാനിതനായിപ്പോയി. ഇതുകൊണ്ട് കാമദേവൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങനെയല്ല കാമദേവ, ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മറ്റേത് ഇന്ദ്രന് വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയല്ല, താരകാസുരനെ നിഗ്രഹിക്കണമെന്ന ലോക നന്മയ്ക്ക് വേണ്ടി ശിവപുത്രൻ സംജാതമാകണം എന്നുള്ള കാര്യത്തിൽ മാനാപമാനങ്ങൾ നോക്കാതെ പ്രവർത്തിക്കണം. ഇവിടെ വലിയൊരു സന്ദേശമാണ് നമ്മുടെ മുന്നിൽ തരുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി അവനവന്റെ നിലനിൽപ്പ് പോലും നോക്കാതെ പ്രവർത്തിക്കുക എന്നത് മഹത്വമാണ്. മനസ്സിലായില്ലേ? അവനവന്റെ കർമ്മത്തിന് വേണ്ടിയല്ല, ലോക നന്മയ്ക്ക് വേണ്ടി. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിൽ പെട്ടേക്കാം. പക്ഷേ ആ അപകടത്തിൽ നമ്മൾ പെടുമ്പോഴും ലോകത്തിനത് ഗുണകരമാണെങ്കിൽ, മനസ്സിലായില്ലേ, മറ്റുള്ളവർക്ക് നന്മയാണെങ്കിൽ അത് ഏറ്റെടുക്കണം എന്നുള്ളതൊരു ലക്ഷണം ആണ്. അങ്ങനെ കാമദേവൻ തയ്യാറായി. കാമദേവൻ നേരെ അവിടെ ചെന്നു പാർവതി ദേവിയെ മുന്നിൽ നിർത്തിയിട്ട് പഞ്ചസായക ബാണം കൊടുത്തു. ഇവിടെ കാമദേവന്റെ ലക്ഷണത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളൊന്ന് പ്രധാനമായും ചിന്തിക്കണം. ഒന്ന്, കാമദേവന്റെ വില്ല് കരിമ്പാണ്, നീലക്കരിമ്പ്. മനസ്സിലായില്ലേ? അമ്പെന്ന് പറയുന്നത് പഞ്ചസായക ബാണം എന്നാണ് പറയുന്നത്. എന്താ ഇതിന്റെ പ്രത്യേകത? നീലക്കരിമ്പെന്ന് പറഞ്ഞാൽ മധുരം ഏറ്റവും കൂടിയ സാധനമാണ് അല്ലേ? മധുരത്തിൻ്റെ പ്രത്യേകത എന്താ? രുചിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വേണം. ഇതല്ലേ കാമത്തിൻ്റെ ഒരു ഭാവം. കാമം എന്ന് വെച്ചാൽ മോഹം എന്നാണ്. അമിതമായ മോഹങ്ങൾ മനസ്സിൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും മതി വരില്ല. മനസ്സിലായില്ലേ? ഈ കാമത്തെ പരിത്യജിക്കേണ്ടതാണ്. കാമം നമ്മളെ പിടികൂടിയാൽ നമ്മൾ നമ്മുടെ ജ്ഞാനത്തിൽ നിന്ന് വഴുതി നമ്മൾ ബ്രഹ്മത്തിലേക്ക് വീഴും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് കാമക്രോധ മോഹ ലോഭ മതമാത്സര്യ അസൂയ ഡംബ്, ഇവയാണ് നമ്മുടെ അഷ്ടശത്രുക്കൾ. ഇതിനെ ഇല്ലാതാക്കാനാണ് ശത്രു സംഹാര പൂജ. അല്ലാതെ നമ്മുടെ വീട്ടിൽ അയലത്തെ വീട്ടിൽ താമസിക്കുന്ന ആളിനെ അല്ല, നമ്മളെ വീട്ടിൽ തന്നെയുള്ള ആളിനെയും അല്ല. കാമ ക്രോധ മോഹ ലോഭ മത മാത്സര്യ അസൂയ ഡംബ്, ഇതിനെ ഇല്ലാതാക്കാനാണ്. മനസ്സിലായില്ലേ? ഏത്? ശത്രു സംഹാര പൂജ. ഇത് തന്നെയാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. മനസ്സിലായില്ലേ? നമ്മൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വഴിപാടായി നടത്തിയാൽ എല്ലാ വിഘ്നങ്ങളും അകലുമെന്ന് പറയും. എങ്ങനെ അകലുമെന്ന് ആരും പറയാറില്ല. എങ്ങനെ അകലുന്നത്? നമ്മളിലുള്ള ദുർഗുണങ്ങൾ പോയാൽ നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങൾ ഇല്ലാതാവും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങൾ ആരാ ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ദുർഗുണങ്ങൾ തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള ദുർവൃത്തികൾ നമ്മളെ കീഴടക്കുമ്പോഴാണ് ജീവിതത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകും. ആ ദുർവൃത്തികൾ എന്ത് ചെയ്യണം? അഗ്നിയിൽ ഹോമിക്കണം. അതിനാണ് 8 ദ്രവ്യങ്ങൾ അഗ്നിയിൽ ഹോമിക്കുന്നത്. അതാണ് ഗണപതി ഹോമത്തിൽ കരിമ്പിൻ്റെ തുണ്ടൊക്കെ ഇടുന്നത്. മനസ്സിലായില്ലേ? ക്രോധത്തിൻ്റെ പ്രതീകം പൊട്ടത്തേങ്ങ, മോഹത്തിൻ്റെ പ്രതീകമായിട്ട് പഴം, ലോഭത്തിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെയാണ് 8 ദ്രവ്യങ്ങളെ. ഓരോന്നിനും പ്രതീക തത്വങ്ങളാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നടത്തപ്പെടുന്നത്.
അപ്പൊ ഇവിടെയും ഈ പഞ്ചസായക ബാണം, കാമമാണ് വില്ലായിട്ട് ഉള്ളത്, അതിനകത്ത് പഞ്ചസായകമാണ്. എന്താ ഈ പഞ്ചസായകം? 5 അല്ലേ? പഞ്ചം വെച്ചാൽ 5. 5 എന്താണ്? 5 ഇന്ദ്രിയങ്ങളാണ് സുഖകാമനകളെ വർദ്ധിപ്പിക്കുന്നത്. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, മണത്തറിഞ്ഞു, സ്പർശിച്ചറിഞ്ഞു, രുചിച്ചറിഞ്ഞു. ഈ 5 തരത്തിലല്ലാതെ ഏതെങ്കിലും ഒരു സുഖം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചിലത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം വന്നു അല്ലേ? ചിലത് കാണുമ്പോൾ ഒരു സുഖം വന്നു. ചില സുഗന്ധം നമുക്കൊരു സുഗന്ധം, ചില സ്പർശനം നമുക്കൊരു സുഖം തരും, ചില രുചി നമുക്കൊരു സുഖം തരും. ഇതല്ലാതെ ഇന്ന് വരെ ഒരു സുഖവുമില്ല. അപ്പോൾ 5 ബാണം എന്ന് പറഞ്ഞാൽ പഞ്ചസുഖങ്ങളെ, ഇന്ദ്രിയ വിഷയങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. ഇതാണ് കാമദേവൻ. ഇപ്പൊ കാമം ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ദ്രിയത്തിലേക്ക് ബന്ധിക്കപ്പെട്ടാൽ അത് വിഷമയമായി മാറും. അതുകൊണ്ടാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിൽ ആദ്യം തന്നെ കാമവും ക്രോധവും ഇത് രണ്ടും നിയന്ത്രിക്കപ്പെടണം എന്ന് പറയുന്നത്. ഇവിടെ കാമം എന്ന് പറയുന്നതിൻ്റെ പ്രതീകം ആണ് ഇവിടെ കരിമ്പെന്ന് പറയുന്നത്. പഞ്ചസായകം ഇന്ദ്രിയത്തിൻ്റെ പ്രതീകമാണ്. ഈ പഞ്ചസായകമാണെന്ന് തൊട്ടു പ്രകൃതിയിൽ മാറ്റമുണ്ടായി മഹാദേവൻ കണ്ണു തുറന്നു. മഹാദേവൻ ഒരിക്കൽ മാത്രമേ തന്നെ തൃക്കണ്ണ് തുറന്നിട്ടുള്ളൂ. അത് ഈ സമയത്താണ് അല്ലേ? മഹാദേവന് തൃക്കണ്ണില്ലേ? എന്തിനായി തൃക്കണ്ണ്? മഹാദേവന്റെ മാത്രം ഒരു പ്രത്യേകതയല്ലേ തൃക്കണ്ണ്? ആണോ? ആണോ? അല്ല, ഭദ്രകാളിക്കൂട് തൃക്കണ്ണ്. എന്തിനായി തൃക്കണ്ണ്? നമ്മുടെ വീട്ടിലെ കുട്ടിയെടുത്ത് പറയാം മഹാദേവന് 3 കണ്ണുണ്ട്. കുട്ടി ചോദിക്കുക 3 കണ്ണുണ്ടോ? ആ 3 കണ്ണുണ്ട്. അങ്ങനെ ഒരാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ കള്ളമായി, അന്ധവിശ്വാസം. ഇവിടെയാണ് നമുക്ക് അടി വീഴുന്നത്. എന്തിനാ ഈ 3 കണ്ണ്? എന്തിനാ? നമ്മളിങ്ങനെ ചിന്തിക്കണം, ഉള്ളിലേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ ദേവതാരൂപങ്ങളുടെ പുറമോടി കണ്ടിട്ട് നമ്മൾ ഭക്തിയിൽ അതാണ് ശരിയെന്ന് വിശ്വസിക്കരുത്. നമ്മൾ ഇന്നാൾ പറഞ്ഞു ഗണപതി രൂപം, ആനയുടെ തലയെ മനുഷ്യ ശരീരം. ഒരിക്കലും അങ്ങനെ ഒരു രൂപം ഉണ്ടാവില്ല. അതിനുള്ളിലൊരു തത്വമുണ്ട്. ആ തത്വത്തെ നമ്മൾ സ്വീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ തത്വത്തിന്റെ പ്രതീകത ഇവിടെ എന്താ? മഹാദേവന്റെ തൃക്കണ്ണെന്താ? ഇത് മഹാദേവന് മാത്രമല്ല, നമുക്കും വേണ്ടതായി തൃക്കണ്ണ്. നമ്മൾ പറഞ്ഞില്ല, ദേവൻ എന്തുണ്ടോ അത് നമുക്കുണ്ടാവേണ്ടതാണ്. മനസ്സിലായില്ല? അത് ഈശ്വരന്റെ പ്രത്യേകതയല്ല. നമുക്കും വേണം തൃക്കണ്ണ്. എന്താ? ജ്ഞാനമാകുന്ന കണ്ണ്. നമ്മളടക്ക് പറഞ്ഞില്ലേ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാനോ ബാല്യത്തിലെത്തണം. അകമേ ഉള്ള കണ്ണ് ജ്ഞാനമാണ്. നമ്മൾ ഈ 2 കണ്ണുകൊണ്ട് കാണുന്നതിനെ എന്താണ് എന്ന് ചിന്തിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടാൻ നമ്മുടെ ഉള്ളിലൊരു അറിവ് വേണ്ടേ? വേണോ? വേണ്ടേ? മനസ്സിലായോ? ഈ ജ്ഞാനമാണ് 3ാമത്തെ കണ്ണ്. അപ്പം നമ്മളിൽ ഈ 3ാമത്തെ കണ്ണ് വേണ്ടേ? ഈ 3ാമത്തെ കണ്ണ് ഇരിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ എന്താ? മഹാദേവന്റെ 3ാമത്തെ കണ്ണിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ത്രികുണ്ടക ഭേദകമാണ് കണ്ണ് അല്ലേ? എന്താ ത്രികുണ്ടകം എന്ന് പറഞ്ഞാൽ? പെട്ടു ഒരു വല്ലാത്ത സാധനമായി വലിയ വാക്കിന് കട്ടിയാൽ സാധനം വളരെ സിമ്പിളാ. 3 വര ഭസ്മത്തിന്റെ കണ്ടിട്ടില്ലേ? മഹാദേവന്റെ നെറ്റിത്തടത്തിലെ 3 വര എന്താണ്? ത്രിഗുണങ്ങളുടെ പ്രതീകമാണ്. ത്രിഗുണങ്ങളെ കടക്കണമെങ്കിൽ ജ്ഞാനാഗ്നിയാകുന്ന ജ്ഞാനമാകുന്ന കണ്ണ് തുറക്കണം. മനസ്സിലായില്ലേ? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, ഈ ത്രിഗുണങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ കർമ്മങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ജീവഭാവത്തിന്റെ സ്വഭാവത്തെ ധ്വനിപ്പിക്കുന്നത്. ആ ത്രിഗുണങ്ങളെ മനസ്സിലായില്ലേ? ത്രിഗുണത്തെ കടന്ന്, അതാണ് അതിന്റെ മധ്യഭാഗത്തെല്ലാം തൃക്കണ്ണ് അല്ലേ? ആ തൃക്കണ്ണ് കൊടുക്കുന്നത്. കാരണം ജ്ഞാനമാകുന്ന കണ്ണ് ഭഗവാനുള്ളതുപോലെ ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. നമുക്കും ആ തൃക്കണ്ണ് വേണം. ഇവിടെ ആ തൃക്കണ്ണ് കൊണ്ട് ഭഗവാൻ ജീവിതത്തിൽ ഒരിക്കൽ തുറന്ന് അത് ഭസ്മമാക്കി. ആരെ ഭസ്മമാക്കിയത്? കാമദേവനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അമിതമായ മോഹങ്ങളെ ജ്ഞാനം കൊണ്ട് ഭസ്മീകരിച്ചാൽ ശിവത്വം. മനസ്സിലായോ? നമ്മുടെയൊക്കെ ജീവിതം മംഗളമാകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അമിതമായി ഉണ്ടാകുന്ന അർഹതയില്ലാത്ത മോഹങ്ങളെ എന്ത് ചെയ്യരുത്? വളർത്തരുത്. അതിനെന്തുകൊണ്ട് ഭസ്മീകരിക്കണം? ജ്ഞാനാഗ്നി കൊണ്ട്. ജ്ഞാനത്തിന് അഗ്നി എന്നൊരു തത്വമുണ്ട്. മനസ്സിലായില്ലേ? ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അജ്ഞാനഹേതുക്കളായ അജ്ഞാനകാരകങ്ങളായ സർവ്വതിനെയും ഭസ്മീകരിക്കണം. അപ്പൊ തൃക്കണ്ണ് നമുക്ക് വേണ്ടേ? വേണോ? വേണ്ടയോ? ആരും വിഷമം തോന്നണ്ട. നാളെ അതിലൂടെ കരുതണമെന്നൊന്നുമില്ല. നമ്മുടെ ഉള്ളിലൊരു കണ്ണുണ്ടെന്നൊരു ബോധം ഉണ്ടാവണം.
ഉള്ളിൽ ഉണർന്ന ആത്മാനന്ദ വേളയിൽ, മനസ്സിലായില്ലേ? ഈശ്വരൻ എന്ന പരമ സ്വരൂപം ഉള്ളിൽ ഉണരണം. അതാണ് ജ്ഞാനാഗ്നി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ജ്ഞാനാഗ്നി ആണ് ആ തൃക്കണ്ണ് ഭസ്മീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ കോപിഷ്ഠനായിട്ടാണത് ചെയ്തത്. ഈ സമയം കൊണ്ട് പാർവതിയെ കണ്ടു എന്ന് ചോദിച്ചാൽ കണ്ടു. പക്ഷെ പാർവതി അവിടെ നിന്ന് പോയി കളഞ്ഞു. കാരണം എന്താ? തനിക്ക് സഹായകരമായി വന്ന ആളിനെ ഭസ്മീകരിച്ചു. മനസ്സിലായില്ലേ? അനുരാഗത്തിൽ കാമത്തെ ജനിപ്പിക്കാൻ വന്ന ആളിനെ ഭസ്മീകരിച്ചു. പാർവതി ദേവി നേരെ പോയി ഹിമവാന്റെ കൊട്ടാരത്തിൽ നിന്ന് തപസ്സിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പ്രാർത്ഥന നടത്താൻ തുടങ്ങി. പക്ഷെ ഭഗവാന്റെ മനസ്സിൽ പാർവതിയെ കണ്ടത് മുതൽ സതിയല്ലേ തന്റെ മുന്നിൽ വന്നത് എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഉള്ളിലുണ്ടായിരുന്ന സതിയോടുള്ള ഭാവം വീണ്ടും ഉണർന്ന് അങ്ങനെ വന്നു. അതോടുകൂടി ഭഗവാന്റെ സമാധി ഭാവത്തിന് മാറ്റം വന്നു. ഇത് മനസ്സിലാക്കിയ ബ്രഹ്മാവും വിഷ്ണു ഭഗവാൻ മഹാദേവനെ കണ്ട് പാർവതി പരിണയത്തിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മദേവൻ നേരിട്ട് തന്റെ പുത്രനായ ഹിമവാനെ കണ്ടു. തന്റെ കൊച്ചുമകളായ പാർവതിയെ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഹിമവാൻ വളരെ സന്തോഷത്തോടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് സാക്ഷാൽ മഹാദേവൻ സർവ്വദേവന്മാരോടൊപ്പം അവിടേക്ക് എഴുന്നള്ളി അങ്ങനെ വന്ന് അവിടെ മഹാദേവിയെ സമംഗളപൂർവ്വം പരിണയിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചു. ആ രീതിയിൽ പാർവതി ദേവി ഭഗവാന്റെ ആ ഭഗ്നീഭാവത്തിലേക്ക് എത്തപ്പെട്ടു. ഇവിടെ രണ്ട് ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടെ ഭഗവാൻ മഹാദേവിയെ സ്വീകരിക്കാൻ വരുന്ന സമയത്ത് സർവാഭരണ വിഭൂഷിതനായ ശിവനായിട്ടാണ് വരുന്നത്. എന്താ കാരണം? ഒരിക്കൽ സതി നഷ്ടപ്പെടാൻ കാരണം അമംഗളൻ എന്ന ഭാവത്തിൽ ചിന്തിച്ചത് കൊണ്ടല്ലേ? അല്ലേ? സതീദേവി നഷ്ടപ്പെട്ടതെന്ന് ദക്ഷിണ എന്ത് പറഞ്ഞത്? അമംഗളൻ എന്ന് പറഞ്ഞ്. എന്നാൽ മംഗളനും അമംഗളനും താൻ തന്നെയാണ് എന്ന് തെളിയിച്ച് സർവാഭരണ വിഭൂഷിതനായി കിരീടമൊക്കെ വെച്ചിട്ടാണ് സർവാഭരണത്തോടു കൂടി ആര് വരുന്നത്? മഹാദേവൻ വന്ന് പാർവതി പരിണയത്തിലേക്ക് വരുന്നത്. ഇനി ഇവിടെ വിവാഹം കഴിഞ്ഞ് പോകുന്ന വേളയിൽ പാർവതി ദേവിക്ക് മേനാദേവി അമ്മ ചില ശ്രേഷ്ഠരായ സ്ത്രീകളെ ഏർപ്പാട് ചെയ്ത്, മനസ്സിലായില്ലേ, അവർ ധർമ്മോപദേശം കൊടുത്തിട്ടാണ് ഭർത്തൃഗൃഹത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇത് ജീവിതത്തിലൊരു പ്രധാന തത്വമാണ്. എന്താ കാരണം? മറ്റൊരു വീട്ടിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് ജീവിക്കാൻ പോകുമ്പോൾ ആ വിവാഹത്തിലേക്ക് പോകുന്ന പെൺകുട്ടിയായാലും ആൺകുട്ടിക്കാണെങ്കിലും, മനസ്സിലായില്ലേ, ജീവിതത്തെ കുറിച്ചിട്ട് അനുഭവസ്ഥരായിട്ടുള്ള വ്യക്തികൾ കൃത്യമായ ഉപദേശങ്ങൾ കൊടുത്തു തന്നെ പ്രാപ്തമാക്കി വേണം അതിലേക്ക് നയിക്കാൻ. ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? പണ്ടത്തെ കാലത്ത് വേണ്ടിയിരുന്നില്ല, കാരണം കൂട്ടുകുടുംബമായിരുന്നു പലരും. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ലാത്ത അവസ്ഥയിൽ ഇവിടെയാണ്. അതാണിപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ പുനരാവിഷ്കരിച്ച് വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് പണ്ട് കാലത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലെ കുട്ടികൾ വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉചിതമായ ജീവിതാനുഭവങ്ങളുള്ളവർ വളരെ കൃത്യമായി അവർക്ക് എന്ത് വേണം? മാർഗദർശനം നൽകണം. മനസ്സിലായില്ലേ? ചെല്ലുന്ന വീട്ടിൽ എന്തായിരിക്കണം, ആ വീട്ടിലുള്ളവരെ മുഴുവൻ ക്ഷമ കൊണ്ട് കീഴടക്കാൻ, സ്നേഹം കൊണ്ട് വശീകരിക്കാൻ സാധിക്കണം. ചെല്ലുന്ന വീട്ടിലെ ദീപമായി മാറണം. ദീപം എന്ന് വെച്ചാൽ എന്താ? വെളിച്ചമായി മാറണം. അവരെ എങ്ങനെയായിരിക്കണം? അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. മനസ്സിലാവില്ല? അധികാരം കൊണ്ടല്ല. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് അമ്മമാർ കൊച്ചുങ്ങൾക്ക് കൊടുത്തു വിടുന്ന ഉപദേശം മാരക അപകടം പിടിച്ചതാണ്. ഇന്ന് ഉപദേശം കൊടുക്കുന്നുണ്ട്. ചെല്ലുമ്പോഴേ ഒരു പിടി വേണം, താക്കോല് നിന്റെ കയ്യിൽ വരണം, ഭർത്താവിൻ്റെ ശമ്പളം കൃത്യമായിട്ട് കണക്ക് നിന്റെ കയ്യിൽ വേണം, മോളെ നിന്റെ ഭാവിക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നത്, പറ്റുമൊക്കെ പെട്ടെന്ന് തന്നെ ഒരു വീട് വെച്ച് മാറണം. മനസ്സിലായില്ലേ? അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നാത്തൂന്മാർ വന്നിട്ട് പോകുമ്പോൾ ബാഗിൻ്റെ കനം നോക്കിക്കോണം, ഓട്ടുരുളയുടെ എണ്ണമൊക്കെ കൃത്യമാക്കിക്കോണം. ഈ കൊടുക്കുന്ന ഉപദേശം മുഴുവൻ ആ കുട്ടിയുടെ ജീവിതത്തിൽ നശിപ്പിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മനോഭാവത്തോടാണ് ഈ കുട്ടി പോകുന്നതെങ്കിൽ അവിടെ ചെന്ന് എല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു ത്വരത വരും. മനസ്സിലാവുന്നുണ്ടോ? ആ ത്വരത വരുമ്പോൾ അവിടെ ഉള്ളവർക്ക് വിട്ടുകൊടുക്കാനുള്ള മടിയും വരും. അവിടെ ഉണ്ടാകുന്ന മാനസിക വിഷമം ആ ജീവിതത്തെ തന്നെ തകർത്തി കളയും. നേരെ മറിച്ച് ക്ഷമയും സ്നേഹവും കൊണ്ട്, മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ ആ വീടിൻ്റെ തന്നെ ഐശ്വര്യമായി മാറണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ ആ കുട്ടിക്ക് ആ ബന്ധുക്കളും
ജീവിതകാലം മുഴുവൻ തുണയായി ഉണ്ടാകും. ഇങ്ങനെയുള്ള ധർമ്മോപദേശം നമ്മുടെ കാലഘട്ടത്തിലും ആവശ്യമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ശരിയായ ഉപദേശം, ശരിയായ ജ്ഞാനമാണ് ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നത് എന്ന് പാർവതീ തത്വത്തിലൂടെ തന്നെ നമുക്ക് കാട്ടിത്തരികയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് 3 ഘട്ടങ്ങളിലായിട്ട് അല്ലേ ഭഗവാനിൽ വന്നു. എങ്ങനെയാണ്? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണ സ്വരൂപം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇനി ഒരിക്കലും തന്നിൽ നിന്ന് വേറിട്ട് പോകാതിരിക്കാൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗത്തിൽ തന്നെ ആരെ ചേർത്തു? പാർവതിയെ ചേർത്തു. ഇത് സാക്ഷാൽ മഹാദേവനെ മാത്രമല്ല, നമ്മുടെയൊക്കെ കുടുംബജീവിതം നടക്കുമ്പോഴും, മനസ്സിലായില്ലേ? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയാൻ എളുപ്പമാണെന്നായിരിക്കും നിങ്ങളൊക്കെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ എത്തണം. തുല്യഭാവത്തിൽ തുല്യ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കണം. മനസ്സിലായില്ലേ? ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ